بإذن الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن الله يدافع عن الذين آمنوا إن الله لا يحب كل خوان كفور. أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير. الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر
ولله عاقبة الأمور. وإن يكذبوك فقد كذبت قبلهم قوم نوح وعاد وثمود وقوم إبراهيم وقوم لوط وأصحاب مدين وكذب موسى فأمليت للكافرين ثم أخذتهم فكيف كان نكير. وعاد وثمود അവിടെ വഖഫ് ചെയ്ത് അല്ലേ? എന്തായിരിക്കും വഖഫ്? നല്ലോണം ആലോചിച്ചിട്ട് പറ. എന്താ ജാബിറ? ഹസനാണ്. ആ കർമ്മത്തിന്റെ ഫായില് പറഞ്ഞത് കണ്ടില്ലല്ലോ. ഒന്ന് ഖൗമ നൂഹ്, ആദ്, സമൂദ്, ഖൗമ ഇബ്രാഹിം, ഖൗമ ലൂത്ത്, അസ്ഹാബ് മദ്യൻ. അപ്പം മറ്റേന്റെ മഅതൂഫാണല്ലോ, വഖഫ് ഹസനാണ്. അവിടെ ആയത്തിന്റെ പൂർത്തി എന്നുള്ള നിലക്ക് ഇല്ല റൂസല്ലാഹി ജവ്വിസ് അൽ ഹസൻ. ആയത്തിന്റെ തുടക്കത്തിൽ വന്നാലൊഴികെ. ഇനി അപ്പം അവിടെ കൊല്ലിബ മൂസ എന്ന് പുറത്തെടുത്തു, അവിടെ കോമ പറഞ്ഞില്ല. അതുകൊണ്ട് മറ്റുള്ളതിനെ അപേക്ഷിച്ച് മൂസ അലൈഹി ഇസ്ലാമിന് ഒരുപാട് നയിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ പ്രത്യേക ചാപ്റ്ററാക്കി എടുത്തു. അങ്ങനെ ഒരാള് وهي خاوية على عروشها وبئر معطلة وقصر مشيد. أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. ويستعجلونك بالعذاب ولن يخلف الله وعده وإن يوما عند ربك كألف سنة مما تعدون. فإنها لا تعمى الأبصار. ബാഹ്യ കണ്ണിൻ്റെ കുരുടല്ല ഇവിടെ സംസാര വിഷയം. അത് അല്ലാതെ സമ്മതിക്കുന്ന ആർക്കും സമ്മതിക്കാത്ത നിരീശ്വരവാദിക്കും ആ കാഴ്ചക്കുറവിലൊന്നുമില്ല. പക്ഷെ മറ്റൊന്നുണ്ട്, വലാക്കിൻ താമൽ കുലൂബ്. അപ്പോൾ കുലൂബിൻ്റെ ബസറുണ്ട് എന്ന് വന്നിട്ടുണ്ട്. അവിടെ ബസറോടത്തം എല്ലാം ഇവിടെ ബസർ എന്നിടുന്ന കിട്ടുന്നു. അങ്ങനെ പറ. അമ എന്നുള്ള വസ്ഫ് ബസറിനുള്ളതാണ്. ആ വസ്ഫിൻ്റെ മൗസൂഫിൽ നിന്ന് കിട്ടുമല്ലോ. ഉലൂബിൻ്റെ ബസറുണ്ട്, നല്ല ബസീറത്തെന്ന് പറയുന്നു. അതെ, അതാണല്ലോ ഔലിയാക്കളെ കുറ്റം പറഞ്ഞാണ് കണ്ണ് പൊട്ടുമെന്ന് പറഞ്ഞിട്ട് കണ്ണ് പൊട്ടിയിട്ട് കാണുന്നില്ല. നല്ല കാഴ്ച ഉണ്ട്, അയാൾ കണ്ണട കണ്ണിൻ്റെ വായിക്കുന്നുണ്ട്. അവിടെ ഇവനത്തല്ല സിക്കന്ദരി എന്താ പറയുക, പൊട്ടൻ്റെ കണ്ണ് പൊട്ടിയിട്ടുണ്ട്, അതോൻ കണ്ടില്ല. അമൽ ബസീറത്താണ് കിട്ടിയത്. നമ്മ ഒറിജിനല്ലത് കണ്ണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുറക്കലില്ല. കാഴ്ചക്കുറവാണെങ്കിൽ ചികിത്സിക്കാം. 5 ഘട്ടത്തിലെ മന്ദിന് പറഞ്ഞത്. 5 ഘട്ടത്തിൽ ഒന്നിന് ചികിത്സയില്ല. ഒന്നിനെന്താക്കുക, ചികിത്സ ചെയ്താൽ മാറും. പറ്റ പൊട്ടിയിട്ടില്ലാത്തതുകൊണ്ട് തുറന്നത് 3 സ്റ്റേജ്. നമ്മളെ ഫാൻ്റെ മാതിരി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് തുറന്നാൽ ഷുആഉൽ ബസീറ എന്ന് പറയും. ബസീറത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു ചെറിയ ഒരു ശാഖ. അപ്പം തന്നെ എന്തായി, ആള് വലിയാളായി. ഷുആഉൽ ബസീറത്ത് യുസ്ഹിദുക ഖുർബഹു മിൻക എന്നാ പറഞ്ഞത്.
അല്ലാഹു തആല കരീബാണ് അസൽ സ്വഭാവം അല്ലേ? പക്ഷെ നമുക്ക് കരീബായി തോന്നില്ല. ഓൻ കദീമായിട്ട് വേറെ എവിടെയോ ഉണ്ട്, നമ്മ ഹദീസായിട്ട് വേറെ എവിടെയോ ഉണ്ടെന്നാണ്. അപ്പം വേറെ എവിടെയോ എന്ന അവസരത്തിൽ പിന്നെ ദൂരത്താകുമ്പോൾ കേൾക്കുകയും ചെയ്യില്ല, കാണുകയും ചെയ്യില്ല, അറിയുകയും ചെയ്യില്ല. അതിനോട് ലാസിമാക്കിയിട്ട് ഔസാഫ് എന്താക്കി? മനുഷ്യൻ്റെ വഹ്മ് വിലയിരുത്തി. അസ്ൽ ഹഖീഖത്തിൽ എന്താണുള്ളത്? എൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചാൽ ഫൈനി കരീബുൻ, ഞാൻ കരീബാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കരീബാന്ന് കേട്ട് പഠിച്ച്, പക്ഷെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ആ കരീബാണ് എന്നുള്ളത് പിന്നെ ബോധ്യപ്പെടുകയാണ് ആദ്യത്തെ. നീയുമായിട്ടുള്ള കുറുബിനെ ബോധ്യപ്പെടുത്തി തരുന്നത് ശുആഅ്. അപ്പം എന്ത് പ്രശ്നങ്ങളുണ്ടായാൽ തൊട്ടടുത്ത് തന്നെ ഡോക്ടർ ഉണ്ടല്ലോ, പരിഹാരക്കാരൻ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതൊക്കെ എന്താക്കും? അവർക്ക് മനസ്സിന് കുഴപ്പമുണ്ടാവില്ല. ചെറിയൊരു തെറ്റ് ചെയ്യുമ്പോൾ മറ്റൊന്ന് അടുത്ത് തന്നെ ഉണ്ടല്ലോ, അങ്ങനെ അടുത്ത് വെച്ചിട്ട് ചെയ്യലും തോന്നും. ചെറിയൊരു അമൽ വന്നാൽ തന്നെ മറ്റോനടുത്ത് കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഓനിക്ക് കേട്ട് തൃപ്തിപ്പെടുത്തിയില്ലേ? അടുത്തുള്ള ആളാകുമ്പോൾ ഔസാഫോടുകൂടി അടുത്ത് തന്നെ ഉണ്ടല്ലോ, കാണൽ കൊണ്ടും സമയ കൊണ്ടും ബസറുകൊണ്ടും എല്ലാം അടുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പം അതും ഒരാൾക്ക് തോന്നുന്നില്ലെങ്കിൽ ശുആഉൽ ബസീറത്ത് പോലും തുറന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. എനിക്ക് അടുത്ത പറഞ്ഞാൽ എന്താന്ന്? യുഷിദുക്ക അദമക്കലി വജൂദിഹി, അവൻ്റെ വജൂദിൻ്റെ മുമ്പിൽ എനിക്ക് പകർന്ന അഥവാ ഞാനൊന്നുമില്ല. അപ്പം നട്ടാൻ നട്ടുച്ചക്കരി എന്താന്ന് ഒരു മെഴുത്തിരി കത്തിച്ച് വെച്ചാൽ മെഴുത്തിരിയുടെ പ്രകാശം എന്തിനു മതി? ഒരു തഹസീലൂടെ ചെയ്യില്ല. അപ്പം അതൊരു സ്റ്റേജ്. അപ്പം ഇവൻ്റെ വജൂദിനെ പറ്റ മറന്നു. അപ്പം അല്ലാഹു വജൂദ് ബിൽ വജൂദായിട്ട് പറയുന്നുണ്ട്. മൂന്നാം സ്റ്റേജിൽ ഇതിലും തെളിഞ്ഞില്ലാന്ന് പിന്നെ ഫലാൻ്റെ അവസ്ഥ വരും. മൂന്നാം സ്റ്റേജിൽ നമ്മൾ ഫലായിന്ന് ബക്കായിലേക്ക് എത്തി. ബക്കായിലെത്തുമ്പോൾ ഹാദിസിനെ ഹാദിസായിക്കൊണ്ടും കദീമിനെ കദീമായിക്കൊണ്ടും ഹാദിസിന് ഫീ നഫ്സിൽ ഒരു വജൂദ് ഒന്നും തഹ്സീർ ഒന്നുമില്ല എന്ന് കാണും. കദീമിൻ്റെ ആ വജൂദ് കൊടുക്കുന്നത് കൊണ്ട് കിട്ടുന്നതെന്ന് വരും. അതെ, രണ്ടും രണ്ടും അതായത് വഴുത്തി കൊല്ലതി ഹക്കിന് ഹക്കാവും. അത് കഴിഞ്ഞില്ലേ? അത് തെളിഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ട് തെളിഞ്ഞതാന്നല്ലേ ഇത്. അപ്പോൾ ഫനാഹിൻ്റെ മക്കാം ബക്കായിലേക്കുള്ള ഒരു കോണിപ്പടയുന്നില്ലാണ്ട് ഫനാഹ് വലിയ അതിലെ താരതമ്യേനെ കുറിച്ച് വലുത് ചീത്തയിൽ മേത്തലോ എന്ന് പറയാം. അപ്പോൾ കണ്ണ് സുർക്കിയാന്നതിനിടക്കുള്ള സ്റ്റേജ് പോലെയായി. അഷീർ സുർക്കിയാണെങ്കിൽ ആ അടക്കുന്ന ഒരു കള്ളകരുണ്ട്, ഒരു തകയർ വരും. അതെ, ബക്കാലെത്തുമ്പോൾ ഇതിന് കൊടുക്കേണ്ട ഹക്ക് അതിന് കൊടുക്കും, ഇതിന് കൊടുക്കേണ്ട ഹക്ക് അതിന് കൊടുക്കും. ബിൽ വജൂദ് കാരണം മൗജൂദാണ്. ഈ ഹാദിസും മൗജൂദാണ്, മറ്റേ മൗജൂദാണ്. ഹാദിസും മൗജൂദും ബിൽ ഈജാദാണ്, മറ്റേത് ഹാദിസ് മൗജൂദും ബിൽ വുജൂദാണ്. ഇനി ഫനായില്ലാണ്ട് തന്നെ വക്കാലേക്ക് കയറ്റാനും കഴിയും. ശേഷം പിന്നെ ആളാണോന്നില്ല. അതില്ലേ ഞാൻ ചോദിക്കട്ടെ, ഒരു ഇമാം സൃഷ്ടിച്ചു കൊടുക്കുന്നു. അയാളെന്താക്കി ഫാത്തിഹ തീരാൻ പോകുന്നു. ഇവൻ കൈ കെട്ടിയിട്ടെന്താക്കല്? വജ്ഹത്ത് ഒഴിവായി, ഫാത്തിഹ ഒഴിവായി, സൂറത്ത് ഒഴിവാക്കി റുക്കൂഇൽ തുമ്മനീനത്ത് കിട്ടണം. അപ്പം എന്തെല്ലാം ഈ ഇമാമിനെ കൊണ്ട് സാക്കിത്തായി കിട്ടി? എന്തെല്ലാം ഒഴിവായ? വജ്ഹത്ത് പോയി, അഊദ് പോയി, ഫാത്തിഹ പോയി, സൂറത്ത് പോയി, എല്ലാം മൂപ്പറ ഏറ്റെടുത്തിട്ട് നീ റുക്കൂഇൽ തുമ്മനീനത്ത് കിട്ടിയിട്ട് തസ്ബീഹ് ഇല്ല മതി നോക്കുന്നുണ്ട്. ഒരക്കാലത്തും കിട്ടി. ജമാഅത്ത് ഷെയ്ഖ് ഏത് സ്റ്റേജിലാണ് ഉള്ളത് അടുത്തേക്ക് പിന്നെ വലിച്ചങ്ങൾ കയറ്റും. കൈ കെട്ടിയപാട് ചിലപ്പോൾ പോയി സുജൂദിലേക്കാവുക. അവിടെ തർത്തി നോക്കുന്നില്ലല്ലോ. അപ്പോൾ ഓരുള്ള മക്കാമിലേക്ക് കയറ്റിക്കളയും. പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാം കൂടിയുള്ള ഫളായിൽ അയാൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ഒഴിഞ്ഞത് കഥ കൂട്ടും വയ്യ. അതായത് റക്കാത്ത് പൂർത്തിയായിട്ടില്ലെങ്കിൽ അടിച്ചിരിക്കണ്ടേ? റക്കാത്ത് കിട്ടാത്ത കാലത്തോളം അവർ റക്കാത്ത് പൂർത്തിയാക്കി നിഷ്കരിക്കണമല്ലോ വയ്യ. തദാറുക്ക് വേണ്ടേ? കിട്ടിയ അപ്പം ഇയാൾ ഏത് റുക്കയിലാണോ തുടർന്നത്, സുജൂദിലാ തുടർന്നത്, ജുലൂസിലാ തുടർന്നത്, അത് നിർത്തി വെച്ചിട്ടില്ലല്ലോ.
അവിടെയല്ല പറഞ്ഞ പോയി തുടർന്നാൽ കലാ കൂട്ടേണ്ടതില്ല. അതിനപ്പുറമുള്ള തുടർന്നാൽ എന്താക്കും? റക്കാത്ത് കിട്ടാത്തത് കൊണ്ട് ഒരു റക്കാത്ത് വീണ്ടെടുക്കണം. അപ്പോൾ സുലൂക്കിലെ തുടക്കത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് ബയ്യ കലാ കൂട്ടും. ഇത് അത് ചില മൊത്തത്തിൽ സുലൂക്കിൽ ഹസത്താണല്ലോ. സ്വന്തം സുലൂക്ക് കാണും കടമ നിർവഹിക്കാനുള്ള ചടങ്ങ് എന്നല്ലോ നോക്കാ. അത് വാക്കായിക്കെന്ന് പറഞ്ഞാൽ വെറുതെ ആക്കി തിരിച്ചുണ്ടാവും. وَيَسْتَعْجِلُونَكَ بِالْعَذَابِ وَلَنْ يُخْلِفَ اللَّهُ وَعْدَهُ وَإِنَّ يَوْمًا عِندَ رَبِّكَ كَأَلْفِ سَنَةٍ مِّمَّا تَعُدُّونَ. أنا باقي قل يا أيها الناس إنما أنا لكم نذير مبين. പൂർത്തിയാക്കി ലഹും അവിടുന്ന് മുടക്ക്. അവിടെ കണ്ടോ അമലു വാമിനു സ്വാലിഹാത്തി കൂട്ടിയിട്ടാണ് എന്തുള്ളത്? ലഹും മഗ്ഫിറത്തും വറിസ്ഖും കരീം. മഗ്ഫിറത്തും ഉണ്ട്, കരീമായ ഭക്ഷണവും ഉണ്ട്, റിസ്ക്. അപ്പോൾ അതിനെ കൊളുത്തിൻ്റെ മുകളിലാണ് ആമനു വാമിനു സ്വാലിഹാത്തിൻ്റെ മുകളിൽ. അപ്പോൾ ഒരൊറ്റ വാദന്മാർ എന്താണ് ഈമാൻ, എന്താ അമാലു സ്വാലിഹാത്ത് ഇതുവരെ ചർച്ച ചെയ്തപ്പെടുന്നത് കേട്ടിട്ടുമില്ല. ഈച്ചൻ്റെ പൂച്ചൻ്റെ കഥ പറയുന്ന സ്ഥാനത്ത് അതിലൊന്ന് വ്യാഖ്യാനിച്ചാൽ നന്നാവുമല്ല. ഇനി ليجعل ما يلقي الشيطان فتنة للذين في قلوبهم مرض والقاسية قلوبهم وإن الظالمين لفي شقاق بعيد. നമ്മൾ എത്രത്തോളം കൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്? ആലോചിക്കുന്നില്ല. അപ്പം എത്രത്തരം കൽപ്പുണ്ടെന്ന് ആ ജാതി പറഞ്ഞ് ഒന്ന് ഫീ ഖുലൂബിഹിം മറദ്, മറന്നുള്ള കൽബ്. മറ്റൊന്ന് വൽ ഖാസിയത്ത് ഖുലൂബുഹും, ഖസാവത്തുള്ള കൽബ്. വേറെ കൽബുണ്ട്, മരിച്ചുപോയ കൽബുണ്ട്. മറ്റൊന്നോ ഹയാത്തുള്ള കൽബുണ്ട്. അപ്പോൾ കൽബത്തിലെ മൊത്തത്തിൽ നാലായി. നല്ല ഹയാത്തുള്ള കൽബ്. ഹയാത്തുള്ള കൽബുണ്ടായ കൽബ് എന്തിൻ്റെ വേണ്ടി പടക്കപ്പെട്ടോ ആ പണി മുഴുവനും നിർവഹിക്കുന്നുണ്ടാകും. അതിൽ അവസാനമാണെന്ന് പറഞ്ഞു ഓരോന്നിൻ്റെ മൗത്വായത്തെന്താണ്? അതെന്തിൻ്റെ വേണ്ടി പടക്കപ്പെട്ടോ ആ കാര്യം അതുകൊണ്ട് നടപ്പിലാകുന്നുണ്ടോ നോക്കിയിട്ട് ഒരു വാച്ച്, ഹയാത്തുള്ള വാച്ചോ മരിച്ച വാച്ചോ എന്ന് തീരുമാനിക്കൽ എങ്ങനെയാണ്? വാച്ച് എന്തിനാന്ന് കൃത്യമായ സമയം കാണിക്കാനാണ്. ലാത്തക്കന്തമോ ലാത്തക്കുറും ഒന്നാനും പാടില്ല, പിന്താനും പാടില്ല, അല്ലേ? സമയം കാണിക്കുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ മുന്തിയിട്ടുണ്ടാകും, ചിലപ്പോൾ പിന്തിയിട്ടുണ്ടാവും. എന്നാലോ അതെന്തോ രോഗമുണ്ട്, നന്നാക്കാൻ കൊടുക്കണം. അതായത് രോഗമുള്ള കൽബ്, രോഗമുള്ള വാച്ച് എന്ന് പറഞ്ഞാൽ രോഗമുള്ള കൽബ് തീരെ നടക്കുന്നില്ല. എന്നാലോ മരിച്ചുപോയ കൽബ്, കാരണം ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം നടക്കുന്നില്ല. പിന്നെ മുമ്പിൽ വാച്ച് കെട്ടിയിട്ടുണ്ട്, അവിടെ വാച്ച് കെട്ടി നീ ഇങ്ങനെ കാണിക്കാം,
പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ കയ്യിലും പൊങ്ങിയിട്ട് ഇങ്ങനെ കാണിക്കും, ഞാൻ താടോ ഭാഷ മുലർക്ക് കിട്ടിയെന്നാണോ? സമയം ചോദിച്ചാൽ നിന്റെ സമയത്ത് തന്നിരിക്കും. അപ്പോൾ മറന്നുണ്ട്. മറന്നിനേക്കാണ് കൂടിയടെ കസാവത്ത് വന്നാൽ റിപ്പയർ ചെയ്താലൊന്നും നടക്കില്ല, പിന്നെ തൂക്കി വെക്കാനേ വെച്ചു. ഈ കിടിയൊന്നാക്കണ്ട, പൈസ കളയണ്ട, നീ തൂക്കിയിട്ട് കിട്ടുന്ന പൈസ ചവിടിച്ചോളൂ. അതാ കാസിയത്തിൽ കുലവും. എന്താന്ന് ആ കൽബോട്ട് എടുക്കേണ്ട പണിയൊന്നും നടക്കൂല, നടത്താൻ വിചാരിച്ചാലോ അപ്പോൾ ആ പാറ പൊട്ടിക്കാനും കഴിയില്ല. സുമ്മ കസത്ത് കുലൂബുഹും മിൻബഅദി ദാലിക ഫഹിയ കൽഹിജാറ. പാറ പോലെയാണ്. കാരണം പാറക്കുണ്ടല്ലോ എന്നൊക്കെ പൊട്ടിക്കാൻ കിട്ടുന്ന ആരത്തല്ലോ ആ വശത്തു കസ്വ. പാറ പൊട്ടിച്ചാലും ഇത് പൊട്ടിക്കാൻ കഴിയൂല. അപ്പൊ എന്ത് തരത്തിലുള്ള ബാഗുകൾ പറഞ്ഞെടുത്താലും ഓരോ കൽബിലങ്ങോട്ട് കയറൂല. എന്ത് സന്തോഷ വാർത്ത അറിയിച്ചാലും അതിനുവേണ്ടി ഒരു ഇളക്കം ഉണ്ടാവില്ല. അപ്പൊ കൽബ് മരിച്ചെന്നെന്താ കൽബ് ഹികമ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അലാമാത്തി മൗത്തിൽ കൽബി, കൽബ് മരിച്ചതിൻ്റെ അലാമാത്ത് പലതും ഉണ്ട്. അതിൽ പെട്ടതാണ് നമ്മിൻ. ഇനി കുറെ പറയാനുണ്ട്. അത് മൽഹുസ്നി അലാമാ ഫാതക മിനൽ മുവാഫഖാത്ത്, ധാരാളം കൂലിയും ധാരാളം സ്വഭാവം ഇതൊക്കെ കിട്ടുന്ന അനുകൂല സാഹചര്യങ്ങൾ എന്താക്കും, നിന്നെ മാടി വിളിക്കും, ഒത്തുവരും. എന്നാലും അതിലേക്ക് പങ്കെടുക്കുകയോ അത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു ദുഃഖം, ഒരു ഖേദം ഇവനിക്കില്ല. ഒരു ഭാഗം മുവാഫഖാത്ത് വന്നിട്ട് ഇപ്പം റബീഉൽ അവ്വലാണല്ലോ, ഇത് റമളാനാണല്ലോ, ഇതിൽ ഒരുപാട് നഫഹാത്തുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു. എനിക്കിടെ ഖേദം. അബുലത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടാലോ എനിക്ക് ഖേദയില്ല. മൂന്നര കൊമ്പിക്ക് ചപ്പതേപ്പാ അതുണ്ടല്ലോ, ദുഃഖമില്ല. അപ്പം അവരവത് പരിശോധിക്കണം. ഇന്ന് അബുലത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടതിൽ എനിക്ക് ദുഃഖമുണ്ടോ? ലാഭം കിട്ടുന്ന കച്ചവടത്തിൽ 10 പൈസ കുറഞ്ഞു പോയാലും അവിടെ ദുഃഖം ഉണ്ടെന്തായാലും. 100 ഉറുപ്പ്യ കിട്ടേണ്ട സ്ഥാനത്ത് അത് 90 ചുരുങ്ങിപ്പോയല്ലോ, 10ന്റെ നഷ്ടം വന്നില്ലേ? അവിടെ 10ന്റെ ഒരു ദുഃഖമുണ്ട്. ആ ദുഃഖം ഇവിടെ കാണുന്നില്ല. രണ്ടാമത്തെ ലക്ഷണം എന്താ? ധാരാളം തെറ്റുകൾ ചെറുതും വലുതുമായിട്ട് വന്നുകൂടിയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും അത് മതിയാക്കിയിട്ട് പിൻപതിശ നന്നാവണോ എന്നുള്ള ഒരു ഖേദപ്പാടോ ഒരു തോന്നലോ ആ കൽബിനുണ്ടാവില്ല. ഈ 2 ലക്ഷണം ആർക്ക് അനുഭവപ്പെടുന്നോ അവൻ്റെ കൽബ് മരിച്ചുപോയി എന്ന് വെച്ചോ. അപ്പോൾ രോഗമുള്ളതുമല്ല, കാസിയത്തുള്ളതെല്ലാം മരിച്ച്, ഹയാത്തുള്ളതും പോയി, രോഗമുള്ളതും പോയി, പിന്നെ കാസിയത്തിലേക്ക് എത്തി. അല്ല കാസിയത്തും വിട്ട്, കാസിയത്താകുമ്പോൾ പൊട്ടിക്കാൻ കഴിയാത്തൊരു കൽപ്പാടുണ്ടല്ല, മരിച്ച്. അപ്പോൾ നടക്കുന്ന ചടങ്ങുകളിങ്ങനെ നടക്കും, ദിവസേന ചടങ്ങ് നടക്കുന്നുണ്ടാകും. രാവിലെ ദോശയും ചട്ടിയും തിന്നണം. അയ്യാലസ്സലാമെങ്കിൽ ഒന്ന് പള്ളിയിലൊന്നും കയറണം, ഒന്നോർത്താലും കയറണം, ഒന്നിട്ടില്ലെങ്കിലും കയറണം. അവരത്ത് മറിച്ചാലും നിൽക്കിയിരിക്കുക, മറിച്ചിട്ടില്ല നിൽക്കിയിരിക്കാം. നല്ല ചടങ്ങ്. എന്നെ അത് ഞാൻ ഹയാത്തുള്ള കൽബപ്പുറം അറിയുന്നതാ. റബ്ബിക്കാതെ നൂന് വായിക്കണ്ടല്ലോ. وَلِيَعْلَمَ الَّذِينَ أُوتُوا الْعِلْمَ أَنَّهُ الْحَقُّ مِنْ رَبِّكَ وَلِيَعْلَمَ الَّذِينَ أُوتُوا الْعِلْمَ أَنَّهُ الْحَقُّ مِنْ رَبِّكَ فَيُؤْمِنُوا بِهِ فَتُخْبِتَ لَهُ قُلُوبُهُمْ وَإِنَّ اللَّهَ لَهَادِ الَّذِينَ آمَنُوا إِلَى صِرَاطٍ مُسْتَقِيمٍ. ഇൽമ് നൽകപ്പെട്ടവർ, അൽ ഇൽമ് നൽകപ്പെട്ടവർ അവർ എന്താ അറിയല്? അന്നഹുൽ ഹഖ് എന്നറിയും. വലിയലമ അന്നഹുൽ ഹഖ്, വലിയലമ ആദ്യം പറഞ്ഞില്ലേ, റബ്ബിൻ്റെ വാക്കൽ നിന്നുള്ള ഹക്കാണത്. എന്നിട്ട് അതുകൊണ്ട് വിശ്വസിച്ച് അവരെ കൽബന്താക്കും, അതിലേക്ക് അണഞ്ഞു ചേർന്ന് അതിന് കീഴ്പ്പെട്ട് കളഞ്ഞു. ഇതാര്? മറ്റൊരു കൽബിൻ്റെ ഉടമകളാണ്, ഹയാത്തുള്ള കൽബ്. ഇത് അന്ന് പറഞ്ഞല്ലേ, മുത്തുനബി പറഞ്ഞതല്ലേ. അന്ന് പറഞ്ഞത് മുത്തുനബി പറഞ്ഞത് തമ്മിൽ മേലുദ്യോഗമില്ലല്ലോ, കുറച്ച് വിശദീകരിച്ച് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ
في مرية منه حتى تأتيهم الساعة بغتة أو يأتيهم عذاب يوم عقيم. الملك يومئذ لله. الملك يومئذ لله يحكم بينهم فالذين آمنوا وعملوا الصالحات في جنات النعيم. ഇവിടെ കണ്ട ആമനു സാലിഹാത്തിന്റെ പ്രാധാന്യം നമ്മൾ ഇപ്പം ഇന്നെ കണ്ടിട്ടുണ്ട്. ഈ ജന്നാത്തിൻ്റെ ഇങ്ങനെ 54 വട്ടം ഞാനെണ്ണിയൊക്കെ ഇല്ലേ, ചിലപ്പോൾ എണ്ണം കറക്റ്റായിക്കൊള്ളുന്നില്ല, കയറിയിട്ടും വരാം. ഓരോ പേജിൽ എത്ര ഉണ്ടെന്ന് കണക്കൂട്ടിയാൽ ശരി. والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين. يومئذ യൗമഇദിൻ്റെ അവിടെ തൻവീനുണ്ട്. യൗമഇദിൻ തൻവീൻ കാണൂല, ഉച്ചാരണത്തിലേ ഉണ്ടാവുള്ളൂ. സാക്കിനത്തായ നൂനും തൻവീനും തമ്മിൽ വ്യത്യാസം എന്താണ്? സാക്കിനത്തായ നൂന് എഴുതി കാണും, തൻവീനോ എഴുത്തിലുണ്ടാവില്ല, ഉച്ചാരണത്തിൽ മാത്രം ഉണ്ടാവും. അത് ഒരു വ്യത്യാസം. അപ്പം യൗമഇദിൻ റാലിന് ശേഷം ഉച്ചാരണത്തിൽ ഒരു സാക്കിന നൂന് വന്നു, അതിനപ്പുറം ലാമ് വന്നു. ലാമ് എന്താക്കും? നോമണി മണി 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 നോ മണി അല്ല, 3 ഹുക്കമല്ലേ. മണിയുടെ ആ 2 തുറപ്പിലോ ഒന്നത്തിൻ്റെ അക്ഷരമുണ്ടെങ്കിൽ മണിമണി. ഇവിടെ എന്താക്കണോ? മണി വരും. ആ നോ മണി. അപ്പൊ ലാമിന്റെ കൂടെ വന്നാൽ എന്താക്കും? ഒന്നത്തില്ലാത്ത ഇതകാമ്പുണ്ടാകും. യൗമഇദില്ലാഹി അവിടെ ഇൽഹാറല്ലേ വരിക. യൗമഇദിനിൽ ഹഖ് അവിടെ നൂന് ഇൽഹാറാണ്. ഇൽഹാർ വരുമ്പോൾ എന്തുകൊണ്ട് ഇൽഹാറായി? യൗമഇദിൻ എന്ന് പറയുമ്പോൾ സാക്കിനത്തായ നൂന് ആ തൻവീന് സുക്കൂനാണ്. അൽ ഹക്കൂനാണ് വസുന്നംസ മേനസ് ചെയ്താൽ വീണ്ടും സുക്കൂനാ വന്നത്. സുക്കൂനും സുക്കൂനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്താക്കും? അത് റോഡ് ബ്ലോക്കായിട്ടുണ്ട്. അപ്പം എന്താക്കും? യൗമഇദിൻ തന്നെ നൂനെന്താ കസറ് കൊടുത്ത് നീലേ പോകുന്നു പറയും. ഇങ്ങനെ ഞാനിങ്ങനെ പോവാം. യൗമഇദിനിൽ ഹഖ് അപ്പം ഇൽഹാറാണ്. ഇവിടെ ഇദ്ഗാമാണ്. ചിലതിൽ ഇഖ്ഫാ ഉണ്ടാവും. الملك يومئذ لله يحكم بينهم. അത് എഴുതി കാണിക്കണ അല്ല, എഴുതിയതിനേക്കാണ് വാങ്ങിയാന്ന് എൻ്റെ ആംഗ്യം കാണിച്ചിട്ട്. അല്ല, ഖുർആൻ എന്ത് ചോദിക്കാനുള്ള ഭേദി തന്നെയാണ് ചോദിക്കാനും. ചിലപ്പോൾ അത് പറഞ്ഞാൽ ചിലപ്പോൾ ചോദ്യം സഫാഹത്തായ സഫിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആര്യ കളിയാക്കുകയോ ആട്ടുകയോ തൊക്കുകയോ ഒന്നും ചെയ്യില്ല. ഉത്തരം കൃത്യമായി കിട്ടുമെങ്കിൽ പറഞ്ഞു കൊടുക്കും. ഇല്ലെങ്കിൽ അത് ഇന്നലെ പറഞ്ഞ വയക്കൂല അതിരി ഇതാലം യസൂല. ഇതിനെന്താക്കും? അതിരികളിലേക്ക് വിടും. അങ്ങനെയാണ്. ഇനി والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين. വല്ലവീനെ കപ്പൽ ഓദിക്കല്ല. എന്നാ പിന്നെ ഒന്നും കൂടെ ഓദിക്കോ. والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين. ഖുർആന്റെ പൊതുവെയുള്ള സ്വഭാവം കണ്ടില്ലേ? ആദ്യം ആമനു വഅമലു സ്വാലിഹാത്തി പറഞ്ഞ് അവർ അനുഗ്രഹങ്ങൾ പറഞ്ഞ ഉടനെ നേരെ മറുവശം പറഞ്ഞു.
إذ والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين. مثل مطابقة شريعة والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين. ليدخلنهم مدخلا يرضونه وإن الله لعليم حليم. ذلك ومن عاقب بما عوقب به ثم بغي عليه لينصرنه الله إن الله لعفو غفور. ذلك بأن الله يولج الليل في النهار ويولج النهار في الليل وأن الله سميع بصير. ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل وأن الله هو العلي الكبير. അപ്പോൾ ധാലിക്കൊണ്ട് എത്ര തഹലീല കൊടുത്തത്? ധാലിക്ക വമൻ ആഖബ ബിമിസ്ലി മാ ഊഖിബ ബിഹി സുമ്മ ബുഗിയ അലൈഹി ലയൻസുറന്നഹു അല്ലാഹ്. വീണ്ടും മറ്റൊരു തഹലീൽ ധാലിക ബിഅന്നല്ലാഹ യുലിജുൽ ലൈല ഫിന്നഹാരി. 3 ധാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്ന മാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ വഅന്നല്ലാഹ ഹുവൽ അലിയ്യുൽ കബീർ. അപ്പം മുമ്പ് പറഞ്ഞതിന് തഹലീൽ തന്നെ കാരണം പറയുന്നു. ഇനി ألم تر أن الله أنزل من السماء ماء فتصبح الأرض مخضرة إن الله لطيف. അപ്പം അവിടെ മുഖം നിറഞ്ഞാണ്ടത് വെച്ചാൽ പോലെ അത് ഇത്ര ഗതികളുണ്ടല്ലോ. ആനുകൂല്യം കിട്ടുമ്പോൾ എല്ലാം ഉപയോഗിച്ചൂടെ? ലീവ് കിട്ടുമ്പോൾ എല്ലാം നാട്ടിപ്പോഴും. ألم تر أن الله أنزل من السماء ماء ألم تر أن الله أنزل من السماء ماء فتصبح الأرض مخضرة ألم تر أن الله أنزل من السماء ماء فتصبح الأرض مخضرة إن الله لطيف خبير. അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തും. ഇടക്കിടക്കേ പരിചയപ്പെടുത്തും. നോക്കുന്നില്ലേ, ഭൂമിക്ക് വെള്ളം തട്ടിയാൽ എന്താകും? നല്ല പച്ച പൊടിച്ച്. ഇപ്പം പച്ച കളറാണ് ഭൂമി. എവിടെ നോക്കിയത് വയലെല്ലാം പച്ച പൊടിച്ച് മുളക്കാത്ത സാധനമെല്ലാം മുളച്ച് കാടായി. ഫതുസ്ബിഹിൽ-അർളു മുഖ്ളറ. له ما في السماوات وما في الأرض وإن الله لهو الغني الحميد. ഇനി അതാ കാണിച്ചത് അലം തറ കാണുന്നില്ലേ? മദ്ഹർ കാണിച്ചെന്നാൽ എന്താകും? അതാണ് കണ്ടത്. ألم تر أن الله سخر لكم ما في الأرض والفلك تجري في البحر بأمره ويمسك السماء أن تقع على الأرض إلا بإذنه إن الله بالناس لرؤوف رحيم. ഭൂമിയിലുള്ള സകല വസ്തുക്കളെ നിങ്ങൾക്ക് തസ്മീറാക്കി തന്നു. അപ്പം എല്ലാവർക്കും എല്ലാം കിട്ടിയെന്നല്ലല്ലോ അർത്ഥം. മൊത്തത്തിൽ
ഭൂമിയിലുള്ള എന്ത് സാധനം മനുഷ്യർക്ക് ഉപയോഗമില്ലാത്ത? ഭൂമി ഉള്ളിൽ കളിച്ചിട്ടാണ് എന്താക്കുന്നത്? പൊന്നും വെള്ളിയും ചെമ്പും പിച്ചളയും എന്തെല്ലാം ലോഹങ്ങൾ കളിച്ചെടുത്തിട്ടാണ് അതിനെ കൊണ്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു. ഈ ഭൂമിയിൽ ഇത്ര അധികം ഇരുമുണ്ടാക്കില്ല. ഇപ്പൊ റെയിൽ നടക്കുന്നത് എങ്ങനെയാണ്? എത്ര പടം കളിച്ചു വെക്കുന്നു? ആവശ്യത്തിന്റെ കൊണ്ടതിനനുസരിച്ച് അത്രത്തോളം പൊന്ന് വിളയുന്നില്ല. അവിടെ പൊന്നിന് വില കൂടി. കാരണം പൊന്നോണ്ട് അത്രത്തോളം ഒന്നും ആവശ്യം വരില്ല. അതിനോട് കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ വെക്കാന്നല്ലാണ്ട് അതിനെ കൊണ്ട് ഒരു ഉപയോഗമില്ല. പഞ്ചലോഹങ്ങൾ കളിച്ചു വെക്കുന്നില്ലേ ഭൂമിയിലുള്ളിൽ നിന്ന്? പിന്നെ എന്തെല്ലാം വേറെ ഇന്ധനങ്ങൾ, എന്തെല്ലാം മായാദിനുകൾ, എന്തെല്ലാം ജാതി ഉപ്പ്, എന്തെല്ലാം ജാതി ഔഷധങ്ങൾ. ഇനി ഭൂമിയിലുള്ള എന്ത് വസ്തു ഉപയോഗമില്ലാത്ത പറഞ്ഞിട്ടുണ്ട്? പഴയകാല തീർച്ചപ്പൊടി കൊണ്ട് പോയി തട്ടലത്തി കത്തിക്കല, ഒന്നും ഉപയോഗമില്ലെന്ന്. ഇപ്പൊ തീർച്ചപ്പൊടിക്ക് ഉപയോഗിച്ച് മരത്തിന്റെ പലയായിട്ട് വാർത്തുകൊണ്ടിരുന്നു, അവൻ കളയണ്ട. പിന്നെ പണ്ട് കാലത്ത് ചെത്തിക്കളഞ്ഞെല്ലാം പുറത്തോട്ട് പോയി കത്തിക്കലാണ്. ഇപ്പൊ ചിറ്റാണിക്ക് പറ്റുന്ന നാണയെല്ലാം ചെരണ്ടിക്ക് എന്താക്കുമോ കട്ടക്കും കാലെല്ലാം കുത്താൻ അടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട്. മറ്റാകുമ്പോൾ ആശാരം എന്താക്കണോ വളന്റെ കഷ്ടം ഉണ്ടാകുന്നോണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്നിച്ച് ചിറ്റാണി ആക്കണ്ട. സഹറ മാഫില്ലർ, മാന്ന് പറഞ്ഞാൽ ആമല്ല, മാഫില്ലർ ഭൂമിയിലുള്ള സാകലത്തും. അത് നമുക്ക് പുറത്തു നോക്കിയാൽ മതിയല്ലോന്ന്, കാണുന്നില്ലേ? എന്നിട്ടോ വൽഫുൽക തജ്രീ ഫിൽ ബഹരി ബിഅംരിഹി എന്നാണ്. കപ്പല് എന്താക്കുന്നത്? കടലിൽ ഓടുന്നുണ്ട്. ഈ തിരമാലന്റെ ശക്തി കൊണ്ട് അടിച്ചു പോയി നീ പോടാന്ന് പറഞ്ഞിട്ട് ഒറ്റ ഉണ്ടങ്ങ് ഉന്തിയാൽ തോണിയെടുത്തു, കപ്പലെടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം അതിലംഘിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നില്ല. ഇതിന്റെ പിന്നിലുള്ള മദത് എന്താന്ന്? ആ മദത് പിൻവലിച്ചിട്ട് തിരമാലയോട് പറയുന്നത് ഈ കപ്പലൊന്ന് അടിക്കണമെന്ന് പറഞ്ഞാൽ കടലുണ്ടിയിലെ കപ്പലങ്ങാടി പോലെയാവും. ഞാൻ പണ്ട് പറഞ്ഞില്ലല്ലോ, കടലിനുള്ളിലെ കപ്പലങ്ങാടി അറിയാം. ആ സ്ഥലത്തിന്റെ പേരിൽ ഇപ്പം കപ്പലങ്ങാടി. എന്താന്ന് സഹന വലിയ അധികം താല്പര്യമുണ്ടല്ല. ബ്രിട്ടന്റെ വലിയൊരു കപ്പൽ കടലിനുള്ളിൽ അലീൽ ബുഖാരി തങ്ങളെ പേരുടെ മുമ്പിലാണ് പോകുമ്പോൾ ആ കപ്പലങ്ങാടി കാണും. കടുക്ക പത്താൻ കഴിഞ്ഞവിടെ കപ്പലങ്ങാടി, അതിനപ്പുറമാണ് കടലിനുള്ളിൽ കടവ്. ബ്രിട്ടന്റെ വലിയ കപ്പൽ വന്നിട്ട് കരക്കടുപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഭയങ്കരമായ ചളിയിലുണ്ടാവില്ല, ഇതിന്റെ ആഴം പോരാത്തത് കൊണ്ട് അങ്ങ് ദൂരത്ത് നിർത്തി. അവിടെ നിന്നാക്കും വിവരം കൊടുക്കും. അതിൽ ചരക്ക് ലൂസാക്കിയിട്ട് വേറെ കപ്പലിൽ കൊണ്ട് ചെറിയ ചെറിയ കുപ്പയിലുകൾ ഉണ്ടാവില്ല, ചെറിയ ചെറിയ കപ്പലുകൾ, അതിൽ കയറ്റിയിട്ട് കരക്കൊണ്ടല്ലോ. രാത്രി സേലം കൊടുത്തു. നേരം വെളുക്കുമ്പോൾ ഇവർ പോകാൻ കഴിയുമ്പോൾ എന്തായെന്നറിയോ? അങ്ങ് ദൂരത്ത് നിർത്തി ബ്രിട്ടന്റെ കപ്പലിന്റെ നങ്കൂരം ഒന്ന് പൊട്ടി. ഒരു നങ്കൂറുണ്ട് ഇടല്ലോ, ആ നങ്കൂരത്തിന്റെ വലിപ്പത്തിലുണ്ടെന്നറിയോ? ഒരു റിങ്ങിന് 8 കിലോ തൂക്കുണ്ട്, ഒറ്റ റിങ്ങിന്. അങ്ങനത്തെ ഒരു ചങ്ങലയാണ്. എത്ര മാത്രം വെയിറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ടെ. ഈ കപ്പൽ ഇളകാതിരിക്കാൻ വേണ്ടി ബാലൻസ് ഒപ്പിച്ച് നിർത്താൻ നങ്കൂരിട്ട് ഒന്ന് പൊട്ടിയപ്പോൾ കപ്പൽ എന്തായി? മുടന്തനായി. തിരമാല അടിച്ച് ചളിയിലെ കൂടി കയറി കിടന്നിട്ട് റോഡിന്റെ വക്കിലേക്ക് നേരം വിളക്കുമ്പോൾ കപ്പലിങ് എത്തി. ഇത്ര വലിയ കപ്പലിനെയാണ് ഉണ്ടാക്കുന്നത് തിരമാല അടിച്ചിട്ട് കരക്കുണ്ടാക്കിയത്. ഇതെന്തെന്ന് തിരിച്ചുകൊണ്ടപ്പം കഴിയാത്തത് കൊണ്ട് അതിൻ്റെ പാർട്സ് ഊരിയിട്ട് വെച്ചുകൊണ്ടപ്പം തീരുമാനിച്ചു. 3 കൊല്ലം പഠിച്ചിട്ട് പാർട്സ് മുഴുവൻ ഊരിയിട്ട് കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടി 3 കൊല്ലം രാവും പകലും പണിയെടുത്തിട്ട് എങ്ങനെ കടലിലെത്തിക്കാൻ കഴിയില്ല. ഇത് കൊണ്ടപ്പം കഴിയില്ല. അങ്ങനെ ഓർക്കറിയുന്നോണ്ടല്ല ഇത്തലി കപ്പൽ പൊളിക്കാൻ തീരുമാനിച്ചത്. ആ പൊളിക്കുന്നതിനിടയ്ക്ക് എന്തായാലും കാശ് കിട്ടട്ടെ, കപ്പൽ കാണാൻ പെരുന്നാക്കുന്ന 10 രൂപ ടിക്കറ്റ് വെച്ചിട്ട് കാണാൻ വേണ്ടി പരിപാടി ഉണ്ട്. കിട്ടിയ പൈസ ലാഭമല്ലേ? 10 രൂപ ടിക്കറ്റ് കപ്പലിനുള്ളിൽ കയറി എല്ലാം കറങ്ങിയിട്ട് 3 കൊല്ലം പിടിക്കുന്നില്ല. ആ 3 കൊല്ലത്തിനടുക്ക് അവിടെ പരിസരത്ത് ഹോട്ടൽ തുടങ്ങി. ജോലിക്കാർക്കും കാണാൻ പറ്റുന്ന ചായ പിടിക്കുക. കപ്പലങ്ങാടി. അപ്പോൾ അപ്പുറത്തേ കൂടി സാധനം കടത്തിക്കൊണ്ട് പോയിട്ട് കോഴിക്കോട്ടേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് ലോങ് ആയതിൻ്റെ പേരുണ്ടാക്കി അവിടെ ഒരു കട്ട് ചെയ്തിട്ട് നല്ല റോഡുണ്ട്. എന്തെല്ലാം ആനുകൂല്യം കെട്ടിപ്പോയി. അതിനെ കൂടി പോയാൽ റോഡിനെ കൂടി പോവാം. എൻ്റെ അവസാനം എന്നടി സീറ്റ് ഉണ്ടല്ലോ ഇപ്പോൾ ഉണ്ട്, അത് കഴിച്ചുകൊണ്ട് പോയാൽ പണി മുതലാവില്ല എന്ന് പറഞ്ഞ് ചാടിയിട്ട് പോയി. അപ്പൊ തിരമാല വിചാരിച്ചാല് പോടാന്ന് പറയാം. അതേ അവസരത്തിൽ പുതിയങ്ങാടിയിൽ ഈ തിരമാല ആഞ്ഞടിക്കുന്ന അവസരത്തിൽ ഇവനെ കണക്കത്തന്നെ ചെറുക്കനുണ്ട്, ഒരു മട്ടലിനെ കണ്ടു, ഒരു തോണിയും വെച്ച് അടങ്ങ് നിൽക്കുന്നു. ഇവനിക്ക് കടലിലേക്ക് ഇറങ്ങണം.
ഇതെങ്ങനെയാ പറയുക, ഇത്ര വലിയ തിരമാല പർവ്വതം പോലെ ഇങ്ങനെ വരുമ്പോൾ പുറകെ കത്തിക്കൂല എറിഞ്ഞിട്ട്. ആ സാഹചര്യം നോക്കിയിട്ട് ഒരൊറ്റ പീക്കലാണ്. ഇതാണ് ആ ഒലങ്കത്തിയിട്ട് മടക്കം ബാക്കി ഒലങ്കത്തി. ഈ തിരമാല വന്നിട്ട് ഇങ്ങനെ അടിച്ചു പോകുമ്പോഴേക്ക് ആ സാഹചര്യം നോക്കിയിട്ടുള്ളി പിന്നെ അങ്ങോട്ട് തന്നെ പോലും. അങ്ങോട്ട് പോകുമ്പോൾ തോണി എന്താക്കി തുഴക്കാണ്ടൊക്കെ തന്നെ പോയി. അവിടെ പിന്നെ തുഴക്കുന്നു. ഇത് കണ്ടുപിടിക്കണ്ടേ? കടലിനെ തസ്ഹീറാക്കി ബഹുവല്ലദീ സഖറൽ ബഹറ, ബാഹിറിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് വഹുവയാണ്. ആ വഹുവാനെ കാണണ്ടി. ഇതിനാലിതഅ്കുലൂ മിൻഹു ലഹമൻ തറിയ്യ, നല്ല ഫ്രഷ് മീൻ തിന്നുന്നില്ല. 5 നേരം തിന്നുന്നില്ല. ഏത് മാർക്കറ്റാ മീനില്ലാത്ത? കടൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മീൻ ആർക്കും തിന്നാണ്ടായിട്ടില്ല. ലിതഅ്കുലൂ മിൻഹു ലഹമൻ തറിയ്യ. എന്തിനാ മീൻ തിന്നുന്ന പറഞ്ഞ? ഒരു ഭാഗത്ത് അയില, ഒരു ഭാഗത്ത് മത്തി, ഒരു ഭാഗത്ത് കുളവന്, ഒരു ഭാഗത്ത് മറ്റേത് എന്തെല്ലാം ജാതി മീന്, ഒരു ഭാഗത്ത് ഇതന്ന് നോങ്ങലി, ഒരു ഭാഗത്ത് ചെമ്മീന്, ഒരു ഭാഗത്ത് തെരണ്ടി. ഇതിൻ്റെ അന്മായ എണ്ണിയാ തീരുമോ? എല്ലാത്തിനും ഓരോ ഔസാപ്പ്. കൂന്തലെടുത്താൽ വേറൊരു ഔസാപ്പ്. മുള്ളുള്ളതുണ്ട്, മുള്ളിൽ ലെസ്സുണ്ട്. ഇതെല്ലാം നേരം നോക്കുമ്പോൾ എത്തി. ബഹുവല്ലദീ സഖറൽ ബഹറ ലിതഅ്കുലൂ, കടപ്പുറത്ത് ഇരുന്നിട്ടാ പറയുന്നത്. ബഹുവല്ലദീ സഖറൽ ബഹറ ലിതഅ്കുലൂ മിൻഹു ലഹമൻ തറിയ്യ. അപ്പുറമല്ല ഒത്തറാൽ ഫുൽക മബാഖിറ. മഹ്റ എന്ന് പറയുന്നത് ഇങ്ങനെ ഇറക്കിയിട്ട് വെള്ളം ഇങ്ങനെ മുറിഞ്ഞിട്ട് രണ്ടായിട്ട് പോകുന്നു. അതിൻ്റെ മുമ്പിൽ നോക്കിയാൽ അപ്പം മുമ്പാകം ഈ ഷാർപ്പായിരിക്കണം എന്ന മബാഖിറാൻ്റെ വാക്കിൽ കൂടി കിട്ടും. കപ്പൽ നിർമ്മാണത്തിൻ്റെ ഷേപ്പ് അവിടെ ഇതുപോലെ ചതുരാക്കി കഴിഞ്ഞാൽ മുറിച്ചെടുക്കില്ല. കാരണം വെള്ളത്തിൻ്റെ ആഘാതം ഇങ്ങോട്ട് വെക്കട്ട് വരിക്കും. അവിടെ വെള്ളം ഉന്തിക്കളഞ്ഞാലും 2 കീറായിട്ട് അപ്പുറം പോയി. മബാഖിർ അവിടെ മൂർച്ചേണ്ട സാധനം വെക്കും. അപ്പം എങ്ങോട്ട് നോക്കിയാൽ അതാണ് കാണാത്തൊരു സ്ഥലമില്ല. നോക്കാം. وهو الذي أحياكم ثم يميتكم ثم يحييكم إن الإنسان لكفور. അതാ മനുഷ്യൻ്റെ അസാറിൻ്റെതാണ്. وهو الذي أحياكم, ജീവിപ്പിച്ചവൻ അവനാണ്. ثم يميتكم, പിന്നെ മരിപ്പിക്കുന്നവനാണ്. ثم يحييكم, അതാണ് നേരത്തെ എല്ലാവരുടെയും തർക്ക വിഷയം. ആ ജീവിക്കുന്നു മരിക്കുന്നു എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ. മരിച്ചതിന് ശേഷം വീണ്ടും ജനിച്ചു വരുമോ എന്നുള്ളതാണ് തർക്ക വിഷയം. അവിടെ എത്തുമ്പോൾ എന്താക്കും മനുഷ്യന്? ശരി, ഇന്നൽ ഇൻസാനുള്ള കഫൂർ കണ്ടോ? അവിടെ എത്തുമ്പോൾ എന്താ ഈ മനുഷ്യനിക്ക്? ഈ മരിച്ച ആളെങ്ങനെ ഹയാത്താക്കല്? ഇല്ലാത്ത ആളെങ്ങനെ ജനിപ്പിച്ചിട്ട് ഹയാത്താക്കി കൊണ്ടാന്ന് ഇത്ര കാലം നിർത്തിയത്? അത് നോക്കുന്നില്ല. കാലം എല്ലുകളൊക്കെ ദൂരുമ്പോൾ ഇതിനെ ആർക്ക് ഹയാത്താക്കി? ഒറ്റ വായടപ്പം പറഞ്ഞ ആദ്യം ജന്മം കൊടുത്താലാണോ ആരാണോ അവൻ തന്നെ. ഒറ്റ ഉത്തരം കിട്ടിയല്ലോ, വായി കൂടെ ഉത്തരായി. ഇനി ആകാശത്തിനെ പറ്റി ഉണ്ടാണ്. വംശിക്കു സമ അന്തക്കാനല്ലാതെ ആകാശത്തിന് തൂണില്ല. ഇതിനെങ്ങനെ വീഴാണ്ട് നിൽക്കുന്നു? അതിനും പറയും ഇങ്ങോട്ട് പോകുന്തോറും ആടെ ആകാശം എന്നൊരു സാധനം കാണുന്നില്ലല്ലോ. വിമാനം കയറുന്നതോറും ഇങ്ങനെ പുകയല്ലേ കാണുന്നത്. അതിന് ഖുർആനിൽ പറഞ്ഞ ആകാശത്തിൽ കെട്ടിയിട്ടില്ലല്ലോ. ഖുർആനിൽ പറയപ്പെട്ട 7 ആകാശം സബ് തിബാക്ക് എന്ന് 2 വസ്തുണ്ട്. 7 എണ്ണം ഉണ്ടായും വേണം. അത് തിബാക്ക് ഒന്നിൻ്റെ മേലോ അട്ടിയായിരിക്കും വേണം. സബാൻ തിബാക്ക്, സബാൻ സിദാദ, നല്ല കടുപ്പവും വേണം. പക്ഷേ ഈ പോയടത്തോളം അതിൻ്റെ പക്കത്ത് പോലും എത്തിയിട്ടില്ല, കണ്ടിട്ടില്ല എന്നല്ലേ പറയുന്നത്. കണ്ണൂരൊക്കെ ഉറപ്പെടാണ്ടാണെന്നൊക്കെ മാങ്ങാട്ടിൽ നിന്ന് മടങ്ങി. കണ്ണൂർ കണ്ടിട്ടില്ല, തീവണ്ടി ഓഫീസും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാങ്ങാട്ടെ എത്തിയിട്ടുള്ളൂ, കണ്ണൂർ എത്തിയിട്ടില്ല. ഒന്നാം ആകാശത്തിന് താഴെ ആലമ്പും തുന്യം ഇങ്ങനെ നടക്കുന്നത്. അതിൻ്റെ എത്രയോ പോകാനുണ്ട്. ഒന്നാം ആകാശം നമുക്ക് പോകാനും കഴിയില്ല. ഇതിലുണ്ട് അതിൻ്റെ അപ്പുറം പോയി. അപ്പൊ ഖുർആനിൽ പറയപ്പെട്ട ആകാശം ഒരു ഹഖീഖത്താണ്. എത്രയോ ആവർത്തിച്ചിട്ടുണ്ട്. അത് 7 എണ്ണം പണെന്താണ് 6 പറ്റൂല. സബ്ഹാൻ എന്ന എണ്ണം പറഞ്ഞില്ലേ, അത് ഒന്നിൻ്റെ മേലെ ഒന്ന് അട്ടിയായിട്ടുണ്ടായും വേണം.
അത് ചന്ദ്രനിലേക്ക് 4ാം ക്ലാസ് എത്തിയിട്ടില്ലല്ലോ. ആരാ ചന്ദ്രനിലേക്ക് അങ്ങനെ കോഴിക്കോട്ടേക്ക് പോയിട്ടില്ലേ, അമേരിക്കയിലേക്ക് പോയിട്ടില്ലേ, അത് വേറെ നാട്ടിലേക്ക് പോയിട്ട് വന്ന് ഇപ്പം അമേരിക്കയിലും ഓസ്ട്രേലിയയിലേക്കും ചൈനയിലേക്കും ലോകത്തിൻ്റെ ഏത് ദ്വീപിലേക്കും കാട്ടിലേക്കും മലയിലേക്കും പോകുന്നില്ലേ? അത് കുറച്ച് പൊന്തിട്ട് അങ്ങോട്ട് പോയി. 1,000,000 തൂക്കിയ ബൾബ് വരെയാണ് ഞാൻ അതെ, 1ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ 1-ലെത്താഞ്ഞാൽ 2-ലേക്ക് എത്തിയിട്ടില്ല, 3-ലേക്ക് അവല കൊണ്ടും എത്തിയിട്ടില്ല. അവിടെ പോയിടത്തോളം പോയിട്ട് മാങ്ങാട്ടിൽ നിന്ന് മടങ്ങി വന്ന് അതിന് കണ്ണൂരില്ല, കണ്ണൂർ എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല, റെയിൽവേ സ്റ്റേഷനും ഇല്ല, തീവണ്ടി ഓഫീസും ഇല്ല, കടലും ഇല്ല, ഒന്നുമില്ല. ബന്ധം പറയുന്നതെന്ന് പറഞ്ഞാലോ ലോകത്തിൻ്റെ വലിപ്പം തീർന്നല്ല. സൗദി എല്ലാം താഴെ. അങ്ങനെ സൂര്യൻ എവിടെ വെച്ചത് സാധാരണ പണ്ടേ പോലെ 4ാം ആകാശത്തിലാണ് പറയുന്നത്. അത് ഫലക്കങ്ങളെ ഒരു സാങ്കല്പികമായ തർത്തീപാണ്. ആ തർത്തീപിൽ നിന്ന് പൊളിച്ചില്ലേ? പഴയ കാലത്ത് സാങ്കല്പികമായ തർത്തീപ് എങ്ങനെയാണ്? ഭൂമി നടുക്ക് നിൽക്കും, എന്നെ കൊള്ളിക്കുന്നൊന്ന്, അതിൻ്റെ ആ കുളത്തിൽ എന്താക്കി ചന്ദ്രനെ ഫിറ്റ് ചെയ്ത് 1ാം ആകാശത്ത് ഫിറ്റ് ചെയ്തെന്നാണ്. അതിൻ്റെ മുകളിൽ എന്താക്കി 2ാമത്തൊന്ന് ഒരു കുളം വെച്ച് കുറച്ച് ദൂരം വിട്ടിട്ട് ഇങ്ങനെ വരച്ച് എന്താക്കും 4ാമത്തെ അണ്ണാണ് സൂര്യൻ നിൽക്കുന്നതെന്ന് പറയും. മേലെ സുഹൈൽ നിൽക്കുന്നുണ്ട്. സുഹൈൽ അതാണ് ഇപ്പം ശനി അങ്ങനെയാ പഴയ അസ്ത്രം. സുഹലിൻ്റെ മുകളിൽ നിന്നുണ്ടമ്പോൾ സുഹൽ മുഷ്തരി മെദ്ദീഖ് ഷംസ് സുഹറ ഇതൊക്കെ മൊത്തം ഇതെല്ലാം ഭൂമിയിൽ ഇങ്ങനെ സെറ്റ് മൊത്തം തിരിയുന്നില്ലെന്ന് പറഞ്ഞു. എങ്ങോട്ടൊന്ന് കിഴക്കുന്ന് ഇങ്ങോട്ടേക്ക്. അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത സാധനങ്ങൾ പടിഞ്ഞാറുന്ന് അങ്ങോട്ടും ഫീലഫി തിരിയുന്നുണ്ട്. അവിടെയൊന്നും എല്ലാവർക്കും വൈദ്യുതം തോന്നില്ല. അങ്ങനെ അപ്പോൾ ഒന്ന് കിഴക്ക് തിരിയുന്ന അങ്ങനെ വേണ്ട. സ്റ്റേറ്റ് ബസ്സിലെ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് തുടങ്ങില്ലേ? ബേക്കിൽ തുടങ്ങല്ലേ? ആ മുന്നിൽ നിന്നാണ്. ബേക്കിൽ നിന്ന് ടിക്കറ്റ് എടുക്കൂല. എന്തുകൊണ്ട്? മുന്നിൽ ഇയാളെ കാണണോ, എന്നിട്ട് ഈ കിടയുണ്ട് അങ്ങ് ഇങ്ങോട്ടാ തോന്നുക. ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് അങ്ങ് ഇങ്ങോട്ടാ വരിക. ആരെങ്കിലും കുരുത്തക്കെട്ട് കാട്ടുന്നെങ്കിൽ അവനെ വന്നിട്ട് പഠിക്കാൻ പറയുക ടിക്കറ്റ് എടുക്കാൻ. ഈ ഇരിക്കുന്നവനാ ബേക്കിൽ നിന്ന് കാണൂലല്ലോ. അങ്ങ് തുടങ്ങും. അപ്പം ബസ്സിൻ്റെ ഉള്ളിലുള്ള കണ്ടക്ടർ എന്താക്കുന്നത്? കണ്ണൂരേക്ക് വന്ന ബസ് പയ്യന്നൂരേക്ക് നടക്കുന്നത്. അങ്ങനെ ഇങ്ങോട്ട് ബസ് പൊതിങ്ങുന്ന അങ്ങോട്ടേക്കാണ്. അപ്പം ഫലക്ക് മൊത്തത്തിൽ എന്താക്കും? പടിഞ്ഞാറോട്ടേക്ക് കടങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗോളങ്ങൾ കണ്ടക്ടറാണ്. അത് ഇങ്ങോട്ടേക്ക് നടത്തുന്നത്. അത് രണ്ടും രണ്ടാണ്. ഇങ്ങനെയൊക്കെയാണ് പഴയ കാലത്ത് പറയില്ലേ. പക്ഷെ ഇതെല്ലാം പോയിട്ട് സൂര്യൻ നടുക്ക് വെച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ ചുറ്റും ഗോളങ്ങളും ബഹോളങ്ങളും ആയിട്ട് മറിച്ച് കഴിഞ്ഞു. അപ്പോൾ പണ്ടത്തെ എല്ലാം പോയി. 7ാം ആകാശത്തിൻ്റെ മുകളിൽ എന്താക്കിയ പോലെ 8ാമത്തേല് കുർസിയുണ്ട് കവറിട്ട്, ഉള്ളിത്തോല പോലെയൊന്നുമില്ല. അതിൻ്റെ മുകളിൽ എന്താക്കി അറസ്റ്റ് കൊണ്ട് കവറിട്ടുന്നു. ഇതൊക്കെ വൈപതി പഠിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു കുളത്തുണ്ടാക്കിയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് തൂക്കിയിട്ട് പാനൂസ് കൊണ്ടുപോകും പോലെ കൊണ്ടുപോകാൻ കഴിയുന്ന അന്നത്തെ വാദം. അതെല്ലാം പൊളിഞ്ഞ്. അത് പണ്ടത്തെ ഒരു നിഗമനം. ഏത് ചുറ്റിലെല്ലാത്തിനും കറക്കമുണ്ടല്ലോ. ആ കറക്കത്തിന് സ്പീഡ് കൊണ്ടല്ല, അത് ഹൈസിലാണ് നിൽക്കുന്നത്. കറങ്ങുന്ന സാധനം നിൽക്കാൻ വേണ്ടി ഹൈസ് കൊണ്ടല്ലോ. ഈ ഫാനിൻ്റെ ലീഫാണ് മുറിച്ചിട്ട് ആ കറക്കം തീരുന്നവരെ വായുവിൽ ഇങ്ങനെ കറങ്ങുമല്ലോ. ആ കറക്കത്തിൻ്റെ ഒരളവോളം എന്താക്കും? അതിനൊന്നുമില്ലാണ്ട് നിന്നതിന് ശേഷം കറക്കം തീരുകയും ഭൂമിയിൽ ഗ്രാവിറ്റേഷൻ കൂടുകയും ചെയ്താൽ ബെൽസിനാലേക്ക് ഇടും. അതെ, അത് ആകാശം ഭൂമിയിലേക്ക് വീണു പോകുന്നില്ല. അവൻ്റെ സമ്മതപ്രകാരമല്ലാതെ വീണോ എന്ന് പറഞ്ഞാൽ വീഴുന്നത് എല്ലാം തവിട് പൊടിയേറ്റ് ഭൂമിയിൽ ഒരു സാധനം ബാക്കിയുണ്ടാവില്ല. അത് തങ്ങളെ ഖുസൂസിയത്ത്. وأنت تخترق السبع الطباق بهم في موكب كنت فيه صاحب العلم
حتى إذا لم تدع شأبا لمستبق من الدلو ولا مركا لمستلمين. അത് തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തൊരു പ്രത്യേകതയാണ്. അങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ അല്ലാഹു തആല ഇതെല്ലാക്കാൻ കഴിവുള്ള ഖാദിറാണ് ആദ്യം ഉറപ്പിച്ചു വെക്കും. അപ്പം അള്ളാഹ്ക്ക് ഇഷ്ടമില്ല അവൻ്റെ മഖ്ലൂഖാത്തിൽപ്പെട്ട എല്ലാം കൊണ്ട് ജയിപ്പിക്കുന്നില്ല. ഖുദ്റത്തിൽ വിശ്വാസമില്ലായിട്ടാണ്. നോക്കാം, അതാണ് ഇടക്കിടക്ക് അലാക്കുല്ലി ഷൈഇൻ ഖദീർ, അലാക്കുല്ലി ഷൈഇൻ ഖദീർ എത്ര ആവർത്തിക്കുന്നു. അപ്പോൾ ഖുദ്റത്ത് എന്ന ആ വസ്ഫിൽ എന്താക്കണം, ഊന്നൽ നൽകിയിട്ട് പഠിക്കണം എന്നല്ല പറയുന്നത്. എന്നെന്താക്കും, അസാധ്യമായി തോന്നുന്ന പല കാര്യങ്ങളും സാധ്യം തന്നെയാണ്, അതിനാക്കാൻ എളുപ്പകരമാണെന്ന് ബോധ്യപ്പെടില്ല. ഖുദ്റത്തിൻ്റെ അളവ് തിരിയണമല്ലോ. الله يحكم بينكم يوم القيامة فيما كنتم فيه تختلفون. ألم تعلم أن الله يعلم ما في السماء والأرض إن ذلك في كتاب. കിതാബ് ഭാഗം കേൾക്കാൻ നമുക്കെല്ലാം താല്പര്യമുണ്ട്. അള്ളാഹുവിൻ്റെ ഇൽമിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നവിടെ പറഞ്ഞു. അലം തഅലം, എന്താ നീ അറിയാത്ത, എന്താ അറിയുന്നില്ലേ? അന്നല്ലാഹു യഅലമു മാ ഫിസ് സമാഇ വൽ അർദ്, ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ എന്തുണ്ടോ കുല്ലിയാവട്ടെ ജുസിയാവട്ടെ, കുല്ലിയും ജുസിയും അറിയും. ഒരു വിഭാഗം ഉണ്ട് പോലും അള്ളാഹു ജുസിയാത്ത് അറിയൂല. ഇത്രമാത്രമുള്ള സഫാഹത്തായി പറയുന്നത്. അത് ഒരു കിതാബിൽ റെക്കോർഡുണ്ടെന്നാണ് പറയുന്നത്. ലൗഹുൽ മഹ്ഫൂദാണ് കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൽമിൽ നിന്ന് എന്താക്കി ലൗഹുൽ മഹ്ഫൂദിലേക്ക് പകർത്തി. അപ്പോൾ ചോദ്യം ഉണ്ടാവും, എന്നാൽ ഇൽമിൽ തന്നെ ഇടുന്നാൽ പോലെ പിന്നെന്തിനാ പകർത്ത്? നമ്മൾ റെക്കോർഡ് എഴുതുന്നില്ലേ? നമ്മളെ മനസ്സിലുള്ള ഇൽമിൽ മാത്രം ഒതുക്കാതെ റെക്കോർഡ് എഴുതുന്നില്ലേ? അതെന്ത് ഇൽമിൽ അറിയപ്പെട്ട മാലൂമാത്തിൻ്റെ പേരും പട്ടികയല്ലോ. അത് ഇൽമിൻ്റെ റെക്കോർഡ്. അപ്പം ചോദിക്കുക, എന്തിനാണ് അങ്ങനെ ഒരു കിതാബ് ഉണ്ടാക്കുന്നത് എന്നും പറഞ്ഞാൽ മലായികത്തിന് കാണിച്ചു കൊടുക്കാൻ. മലായികത്തിന് ലോകത്തെ ഇന്ന കാര്യങ്ങൾ നല്ല കാണിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൻ്റെ വിശാലതത്തിലുണ്ടാവും. അതാണ് ലൗഹുൽ മഹ്ഫൂദ് മിൻ ഇൽമിക എന്നുണ്ട്. ദലായിലുൽ ഖൈറാത്തിൽ സലാത്തുണ്ടല്ലോ, അദതമാ ഹസാഹുൽ ലൗഹുൽ മഹ്ഫൂദ് മിൻ ഇൽമിക, മാൻ്റെ ബയാനാണ് മിൻ ഇൽമിക. എന്നിട്ട് പറഞ്ഞു എത്ര ശേഖരിക്കാൻ കഴിയുമോ? ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഇതെല്ലാം അള്ളാഹ്ക്ക് നിസ്സാരമാണ്. ഇല്ല, എങ്ങനെ എടുത്ത് നമ്മൾ ചോദിക്കട്ടെ, നീ പഠിച്ചതിനെ എല്ലാം കിതാബാക്കി വെച്ചാൽ എൻ്റെ പഠിപ്പ് തേച്ച് അത് മഹസൂറാക്കിയാണ്. അപ്പോൾ ഗസാലി ഇമാം യഹിയ ഉണ്ടാക്കിയിട്ട് പലതും പറഞ്ഞു. അപ്പോൾ ഗസാലി ഇമാമിൻ്റെ യഹിയ മാത്രം ഉള്ളത് മൂപ്പറ ഇൽമ് ലോകത്തിൻ്റെ മാലൂമാത്തെല്ലാം ഇതുണ്ടോ? അതെ, ലോകത്തിൻ്റെ മാലൂമാത്ത്. ആ, അപ്പോൾ മൂപ്പർ ഉദ്ദേശിച്ച ഫന്നിനാവശ്യമായ കാര്യം യഹിയയിൽ ഒതുക്കി. മറ്റൊരു ഫന്ന് മൂപ്പർക്ക് അറിയാം, അത് ഉസൂലിൻ്റെ കിതാബിൽ ഒതുക്കി. മൂപ്പർക്ക് ഫിഖ് അറിയാം, അത് മറ്റൊരു കിതാബിലേക്ക് ഒതുക്കി. അപ്പോൾ ഗസാലി ഇമാമ് പോലോത്ത ഇമാം പോലോത്താക്ക് ലൗഹുൽ മഹ്ഫൂദ് കുറേ ഉണ്ട്, ഉണ്ടാവും. അതല്ല ശറഹ് മുസ്ലിം പറഞ്ഞേ, 100 മുജല്ലദ് എഴുതാൻ ഞാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ഇത് സൂക്ഷിക്കുന്ന ആളും ഉണ്ടാവില്ല, നോക്കുന്ന ആളുണ്ടാവില്ല. അതുകൊണ്ട് എന്താക്കി ഞാൻ 20 ചുരുക്കിയിരിക്കുന്നു. അപ്പോൾ 80% മൂപ്പർ പറഞ്ഞിട്ടില്ല. മൂപ്പറ ശറഹ് മുസ്ലിമിൻ്റെ മായനയിൽ നിന്ന് 80% ഞാൻ നിർത്തിവെച്ചെന്നാണ്. ഇത് ഇപ്പോൾ ഉള്ളത് 20 ജ്യൂസ് 100 മുജല്ലദാക്കാൻ തീരുമാനിച്ചതാണ്.
പരിമിതി ഉണ്ട്. അത് മഹ്ലൂക്കാത്താകുമ്പോൾ മഹ്ലൂക്കാത്തിൻ്റെ ഒരു പരിമിതിയാണ് ഉണ്ടാവുമല്ലോ. പക്ഷെ താരതമ്യേനയിരിക്കും. അതേ സ്ഥലത്ത് മറ്റുള്ള വസ്തുക്കളെ അപേക്ഷിച്ച് അതിന് വലിയ വിശാലത ഉണ്ടാവും. അർശ് മഹ്ലൂക്കല്ലേ, മഹ്ലൂക്കിൻ്റെ പരിമിതി അർശിനുണ്ടല്ലോ. പക്ഷെ ലോകത്തിൻ്റെ ഭൂമിയിലേക്ക് ചേർത്താൽ അർശ് ഭൂമിയിലേക്ക് ആകെ വെച്ച എന്തുണ്ടാന്ന് പറഞ്ഞ വലിയ സഹാറ മരുഭൂമിയിൽ ഒരു മോതിരം വെച്ച സ്ഥാനത്ത് ഉണ്ടായിരുന്നു ഈ ഗാലക്സിയും എല്ലാം കൂടിയൊക്കെ. പക്ഷെ അർശ് മഖ്ലൂക്ക് എന്നുള്ള കുറേ പരിമിതികളുണ്ടാവും. وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَمْ يُنَزِّلْ بِهِ سُلْطَانًا وَمَا لَيْسَ لَهُم بِهِ عِلْمٌ وَمَا لِلظَّالِمِينَ مِن نَّصِيرٍ. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ تَعْرِفُ فِي وُجُوهِ الَّذِينَ كَفَرُوا الْمُنكَرَ يَكَادُونَ يَسْطُونَ بِالَّذِينَ يَتْلُونَ عَلَيْهِمْ آيَاتِنَا قُلْ أَفَأُنَبِّئُكُم بِشَرٍّ مِّن ذَٰلِكُمُ النَّارُ وَعَدَهَا اللَّهُ الَّذِينَ كَفَرُوا. എല്ലാം ഗതികേടാണ്. അതാണ് അവിടെ ചോദ്യമാണ് നിർത്തുക. قُلْ أَفَأُنَبِّئُكُم بِشَرٍّ مِّن ذَٰلِكُمْ. അതാ അതിനേക്കാണ് ഷർറായ കാലം ഞാൻ അറിയിച്ചു തരട്ടെ എന്നൊരു ചോദ്യം. അതിന് ഉത്തരാണ് അന്നാർ, അതാണ് നരകം. അവിടെ വെക്കല. قُلْ أَفَأُنَبِّئُكُم بِشَرٍّ مِّن ذَٰلِكُمْ النَّارُ وَعَدَهَا اللَّهُ الَّذِينَ كَفَرُوا وَبِئْسَ الْمَصِيرُ. എല്ലാ നാടൊരു കടുപ്പക്കുട്ടിലാവുന്ന وَإِن يَسْلُبْهُمُ الذُّبَابُ شَيْئًا لَّا يَسْتَنقِذُوهُ مِنْهُ. എന്താ അവിടെ കെട്ടിണ്ടാക്കിയാൽ അവിടെ ബാല തൂക്കുന ശ്രദ്ധിക്കേണ്ടത്. എന്തുണ്ട്? ലാമിന് തമ്മ്, ഹൂക്ക് തമ്മ്, മീമിന് തമ്മ്, 3 തമ്മാണ്. 4 ഹറക്കാത്തിൽ നിന്ന് 75% എന്താക്കി തമ്മായി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തായി? സുഖം വന്നു. അപ്പം ലൂൻ്റെ തമ്മ് പറഞ്ഞിട്ട് ബാൻ്റെ ചാക്കിലേക്ക് കിടക്കണം. വീണ്ടും തമ്മിലേക്ക് ഇറങ്ങും. അപ്പോൾ അത് പറയാൻ കുറച്ച് പ്രയാസമില്ലായിരുന്നു. ആദ്യം പ്രയാസം ഉണ്ടാവും. വണ്ടി കയറിയിട്ട് ഡ്രൈവിംഗ് അവിടെ ഗീറ് മാറ്റാൻ വേണ്ടിയിട്ട് മാവ് വലിക്കുന്നതിനേക്കാണ് കടപ്പുണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കിട്ടത്. ഇങ്ങനെ വണ്ടി പിടിക്കാൻ കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഈച്ചനാട്ടുന്നുണ്ടെന്താക്ക എല്ലാ ഗീറും മാറ്റിയിട്ട് കൊടുക്കാം. അതാ അല്ലാഹു പറയുന്നത്, നല്ല ഉദാഹരണം പറയുന്നത്. അതാ കേട്ടോളിയിൽ നല്ല താല്പര്യത്തോടെ കേൾക്കണം. എന്താണ്? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി അൻ യഖ്ലുഖൂ ദുബാബാ. അല്ലാഹുവിനെ കൂടാതെ പലതിനെയും ആരാധിക്കുന്നവർക്ക് അതിൽപ്പെട്ട ഒന്നും ഒരു ഈച്ചനെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയൂല. എന്നിട്ടല്ല ലോകം ഉണ്ടാക്കല്, ലോകം ഭരിക്കല്. ഒരു ഈച്ചനുണ്ടാക്കി തരാൻ
അതിനാ ഈച്ച എന്നുള്ളൊരു ചെറിയ ഒരു മിസാൽ ഉദാഹരണം എടുക്കുന്നേ ഉള്ളൂ. അതപ്പോൾ വല വിജിത്തമ്മ ഒറ്റക്കല്ല, ഇപ്പം ഒറ്റയിലാകല്ലേ വേണ്ട. അപ്പോൾ വല വിജിത്തമ്മലഹു എല്ലാവരും കൂടെ അതിനുവേണ്ടി സഹകരിക്കട്ടെ, ഒരുമിച്ച് കൂടിയിട്ട് ഈച്ച നിർമ്മാണ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് കമ്പനി തുടങ്ങിയാൽ ഒരൊറ്റ ഈച്ചന് ഒരു പ്രോഡക്റ്റ് പുറത്തിറക്കാൻ കഴിയില്ല. ഈച്ചക്കുള്ള എല്ലാ പാർട്സും പോകണോ, എല്ലാം ഉണ്ടാക്കിയിട്ട് ഈച്ചൻ്റെ വലിപ്പത്തിലാക്കിയും പോകണോ, അതിനുള്ള ഇതിറാക്കാത്തും കൊടുക്കണോ. നമ്മ വണ്ടി ഉണ്ടാക്കുന്നില്ല, ഇന്നോവ വണ്ടി ഉണ്ടാക്കുന്നില്ല, ഈച്ച ഉണ്ടാക്കാൻ കഴിയൂലല്ലോ. അതിനുള്ള ഇതിറാക്കാത്തും കണ്ടും മൂക്കും ചെവിയും കാലും കൈയും ചിറകും എല്ലാം കൊടുക്കണ്ടേ. എന്നിട്ട് പറക്കാനുള്ള ഇതിറാക്കാത്തും പോകണോ, ഭക്ഷണം വെക്കുമ്പോൾ പറന്നിട്ടെത്തണോ, കഴിയുമ്പോൾ നമുക്ക് പറന്നിട്ട് അകലണോ, അതിനുള്ള ഇറാദത്തും ഇതിറാക്കാത്തും വേണ്ടേ. ലൻ യസ്ലുബ് എന്താണ്, ലൻ യഖ്ലുഖു ദുബാബൻ വലബി ഇജ്തമഊല. എന്നിട്ടോ ഈച്ച വന്നിട്ട് ഇവരൊക്കെ എന്തോ തെറ്റിക്കൊണ്ട് പോയി, ഒരു അന്നത്തിൻ്റെ മണി തട്ടിക്കൊണ്ട് പോയി നോക്ക്. വൻ യസ്ലുബഹു ദുബാബു ശൈഅൻ നല്ല യസ്തൻഖിദൂഹു, ആ തട്ടിക്കൊണ്ട് പോയ സാധനത്തിനെ തിരിച്ചെടുക്കാൻ കിട്ടൂല. എന്ന് ഈച്ചൻ്റെ വെക്കുന്ന ഈച്ചൻ്റെ പിന്നാലെ എല്ലാവരും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു അപ്പം കട്ടോണ്ട് പോയി എന്നിട്ട് പിന്നാലെ പറഞ്ഞാൽ അപ്പം തിരിച്ചു കിട്ടില്ല, പണി വെറുതെ മാത്രം. എലി വിചാരിച്ചില്ല കൊണ്ടുപോയ സാധനം. നമുക്കിപ്പോൾ പറയുന്നത് എനിക്ക് തന്നൊരു പുതപ്പ് പുരക്ക് കാണാനില്ല, കസ്റ്റമർ പാക്കേജ് വെച്ചതായിരുന്നു. ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് ഞാൻ അവസാനം പഴതിന് പോയ സ്ഥലത്തെല്ലാം അന്വേഷിച്ച് നോക്കി, ഒരു പുതപ്പാടമാക്കിയിട്ടുണ്ടാകുന്നു, എവിടെയില്ല. വല്ലാത്തൊരു ഖേദായി. ഞാൻ മൂപ്പർക്കൊരു ജാസീന് മതി. ഉടനെ ആയിട്ടൊരു എലി അതിലേക്കൂടി പോന്നി പൊതി വെച്ച് വന്നിട്ട് എൻ്റെ മടിയിലിട്ടിട്ട് എലി സലാമത്ത് അകട്ടോണ്ടോ പോയി. എലി തന്നെ എന്താക്കി പൊതുപ്പ് എൻ്റെ മടിയിൽ തന്നിട്ട് പോഞ്ഞ്. അപ്പോൾ എലി തന്നെ വിചാരിക്കണോ ഇതുപോലെ ലാ യസ്തൻഖിദൂഹു മിൻഹു. അപ്പോൾ യസ്തൻഖിദൂഹു എന്നുള്ള ആ ഷൈഇനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയൂല. ആരെ വെക്കുന്നത് മിൻഹു ലഫ താലിബ്, പിന്നാലെ പോകുന്ന താലിബുൽ ലൈഫാന്ന്. ഇവിടെ മനുഷ്യന്മാരുടെ പായലി വൽ മത്ലൂബ്, ഈച്ച ഇനകളെ ലൈഫ്. അപ്പോൾ കുറേ ആൾ ഓടുന്നുണ്ട്, നീ എന്തിനാണെങ്കിലും പായുന്ന ഒരു ഈച്ചനെ പിടിക്കാതെ. ഈച്ചനെ പിടികിട്ടാത്തതുകൊണ്ട് എന്തായി, താലിബുൽ ലൈഫായി. ഈച്ചയാണെങ്കിലോ ഫീനഫ്സിൽ ലൈഫായിട്ട് മത്ലൂബുൽ ലൈഫാണ്. ഇതാണ് അള്ളാഹുവിനെ വിട്ട് മറ്റൊന്നിനെ ആരാധിച്ചാൽ ഉണ്ടാകുന്ന ഓരോന്നെന്താക്കി നല്ലൊരു മിസാൽ പറഞ്ഞിട്ട് നല്ലോണം കേൾക്കണേന്ന് അള്ളാഹ് അദ്ദേഹം ഫസ്തമിയൂല. ശൈലി നോക്കറന്ന് സംഗീതം ഓരോന്നെടുത്താൽ ഭയങ്കര സങ്കീർണമായിരിക്കും. അപ്പൊ ഇതൊന്നും നടക്കുന്നില്ലെന്ന് തോന്നിച്ചതാണ്. അള്ളാഹാണ് ആദ്യം നിങ്ങൾ കൈ കൊണ്ട് അളന്ന്. അള്ളാഹ്ക്ക് എത്ര മുടാന്ന് നമ്മളെ കൈ കളന്ന അള്ളത്ര മുഴുണ്ട്. അപ്പം എന്തായിന്നറിയോ, ഇവൻ്റെ നെഫ്സിനെ വലുതായിട്ടുണ്ട്. എന്നിട്ടോ നമുക്ക് കഴിയാത്ത അള്ളാഹ് കഴിയില്ല തീരുമാനിച്ചു. അതിനകത്ത് അള്ളാഹു നല്ല മറുപടി കൊടുക്കുന്നത് മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ ഇവർ കണക്കാക്കിയിട്ടില്ല, അല്ല അള്ളാഹിനെ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾക്കുണ്ടാകുന്ന ബലഹീനതകൾ ആദ്യം നമ്മൾ വലിയാളെ തീരുമാനിച്ചു. നമുക്കുണ്ടാകുന്ന ബലഹീനതകളൊക്കെ അള്ളാഹ് കൊണ്ടുവന്ന് അങ്ങോട്ട് ചാർത്തി കൊടുത്തു. അപ്പം അമ്പിയാക്കൾക്ക് കൈമറിയാൻ കഴിയും എന്ന് പറയുമ്പോൾ അമ്പിയാക്കളാരാണ്? മനുഷ്യന്മാർ. ഒന്നാമത്തെ മുഖദ്ദിമ ശരിയാണ്, മനുഷ്യന്മാർ നമ്മൾ മനുഷ്യന്മാരാണ്. രണ്ടാമത്തെ മുഖദ്ദിമ ശരിയാണ്, നമുക്ക് ഒന്നും കൈബൊന്നും അറിയാൻ കഴിയുന്നില്ല. മൂന്നാമത്തെ മുഖദ്ദിമ ശരിയാണ്, നത്തീജ നാലാമത്തത് അതുപോലെ അമ്പിയാക്കൾ കൈമറിയില്ല. ഗന്ധം ഏതാ മുഖദ്ദിമ കഴിച്ചത്? ആ ഗന്ധനെ നമ്മളെ കൊണ്ടെന്താക്കി ഖിയാസാക്കി. ആരെ? അമ്പിയാ മുർസലീങ്ങൾ ഖിയാസാക്കി. അപ്പം നമ്മളെ നുക്സാനിലേക്ക് ഓറ വലിച്ചുകൊണ്ടെന്നു. ഇത് ബുദ്ധിപരമല്ല. അല്ലാഹു الله يصطفي من الملائكة رسلا ومن الناس إن الله سميع بصير يعلم ما بين أيديهم وما خلفهم وإلى الله ترجع الأمور
يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. يا أيها سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. നോടാ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചു മുഅ്മിനീങ്ങളെ ഹാജരാക്കി. ഇതിൻ്റെ ഓർത്ത് എന്താക്കണം? ഈമാനോട് ഉണ്ടല്ലോ അവരെ വിളിച്ചത്. എന്നിട്ടോ അർത്ഥ കൽപ്പന കൊടുക്കുന്നതെന്ന് അഅ്മാലു സാലിഹാത്തായിരിക്കും കൽപ്പിക്കുന്നത്. എന്തെല്ലാം കൽപ്പിച്ചെന്ന്? ഒന്ന് ഇർക്കഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും, 3 വഫ്അലുൽ ഖൈറ. അപ്പം എത്ര ഖാസ് പറഞ്ഞ്? ഇർക്കഉ എന്നുള്ള നമസ്കാരത്തിൽ ചെയ്യേണ്ട ഒരു പ്രത്യേക ബുക്കിനെടുത്തു. വസ്ജുദു എന്നല്ല അതൊന്നെടുത്തു. അതിനേക്കാണ് ആമ്മാക്കി വഅബ്ദു റബ്ബക്കും. അതിനപ്പുറം എന്താക്കി? വഫ്അലുൽ ഖൈർ, ഖൈറെല്ലാം ചെയ്തോളിയെന്ന്. അപ്പോൾ ഒരു സാധനത്തിന് ദലീലുണ്ടോ ഹദീസുണ്ടോ ഖുർആനുണ്ടോ എന്ന് ചോദിക്കാതിരിക്കില്ല. ഖുർആൻ ഓതിക്കൊടുത്തോ എനിക്ക് തിരിയോ? വളരെ മുത്തക്കബ്ബിറും ജബ്ബാർ ചോദിച്ചത് ബറാത്തിന് തെളിവുണ്ടോ? അവന് ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ എന്ന് ഓതിക്കൊടുത്തോ മൂപ്പർക്ക് സംതൃപ്തിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ദലീലെന്താ? ചോദിച്ചതിൻ്റെ ദലീലെന്താ? നന്നുമായ മൂലധനത്തിനുണ്ടോ? വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. മൂപ്പർക്ക് അത്രേ വേണ്ടൂ. അപ്പോൾ ഒരു കായിക എന്താക്കണം? ഷറഈന്റെ വീക്ഷണത്തിൽ ഖൈറോ ഷർറോ എന്ന് വിലയിരുത്തുക. രണ്ടാലൊന്നായിരിക്കുമല്ലോ. ഖൈറാണെന്ന് ബോധ്യപ്പെട്ട ഖൈർ ചെയ്തോളി എന്നിട്ട് ആമായ ദലീൽ ഇതാ തന്നിട്ട് ഇന്നെന്താ ഉണ്ട്. അപ്പോൾ ഖാസായ ഓരോ ജുസിയ്യാത്തിനും തെളിവോണമെന്നില്ല. ഖൈറും ഷർറും വേർതിരിക്കാനുള്ള മാനദണ്ഡം നോക്കിയിട്ട് എന്താക്കുക? വേർതിരിക്കുക. അപ്പോൾ ഒരു പ്രത്യേക വക്കത്തിൽ എന്താക്കുന്ന 10 സലാത്തങ്ങ് ഇരുന്നിട്ട് ചെല്ലും തെളിവുണ്ടാവും. ഇത് ഖൈറോ ഷർറോ എന്ന് പറയാം. ഖൈർ ചെയ്തോളി നല്ലതൊന്നില്ലേ? അത് തെളിവ് ഉസൂലല്ല. ആരോടാണ് ഇപ്പം പറയുന്നത്? പോയത്തത്തിൻ്റെ പ്രതീകങ്ങളായവരോട് എന്താ പറയേണ്ടത്? അത് കേൾക്കാൻ പോകുന്ന ആൾ അതിനേക്കാണ് പോയത്തക്കാർ ഇസ്മത്ത്. അപ്പോൾ എന്താ അതിനെ ഇസ്മത്തെ പ്രതിയിലാക്കിയിട്ട് ഞാൻ മൂപ്പറെ ഏൽപ്പിച്ചെന്നെ അപ്പോഴേ തിന്നവട്ടുണ്ട്. ഖാസ് എന്ന് പറഞ്ഞ് ഇർക്കഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ. ഇതൊക്കെ ജമ്മിലെല്ലാം പറഞ്ഞല്ലത്. ജമ്മിൽ ഇത് പത്തെല്ലാം എടുത്തോണ്ടിരിക്കും. എന്നാൽ എന്താ കിട്ടല്? ലഅല്ലക്കും തുഫ്ലിഹൂൻ, മുഫ്ലിഹീനാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ജുസിയ്യാത്തിനും എന്താ കണ്ട തെളിവ് ചോദിക്കേണ്ടിയില്ല. ലാലൊക്കെ നമുക്ക് തർജ്ജിയല്ലേ പറ്റുള്ളൂ, നമുക്ക് തീരുമാനിക്കാൻ പറ്റൂലല്ലോ. അടിമകളൊക്കെ ഉള്ള ചേർത്തിട്ടല്ലേ ലാല പറയുന്നത്. ലാൽ എന്തിനുള്ളതാണ്? തർജ്ജിക്കുള്ളതില്ലേ. ഒരു അസ്ബാബ് ചെയ്തിട്ട് അതിൻ്റെ നതീജ കാത്തിരിക്കലാണല്ലോ റജായിലുണ്ടാകല്. അസ്ബാബ് നടക്കണം. നാളെ രാവിലേക്ക് ഇതെല്ലാം ഗോതമ്പത്തോട്ടാവട്ടെ എന്ന് കാത്തിരുന്നു. ഈ ഹാളിൻ്റെ ഉള്ളിൽ ഗോതമ്പം മുളക്കൂല, നെല്ലും മുളക്കൂല, ഒരു കൃഷിയും മുളക്കൂല. കാത്തിരുന്ന് വെറുതെ സമയം കളഞ്ഞു. എന്താ വിഷയം? തമന്നി ലൈറ്റ് ഇട്ടിട്ട് പറയാൻ. അതേ അവസരത്തിൽ ഒരു സ്ഥലത്ത് ഭൂമി വാങ്ങിച്ച് അവിടെ കളച്ച് കളയെല്ലാം കളഞ്ഞ് വെള്ളം നനച്ചു, വളം ചേർത്ത് എല്ലാം ക്ലിയറാക്കിയതിന് ശേഷം അവിടെ വിത്തിട്ടിട്ട് എന്താക്കും? അന്തും തഹറുസൂനഹൂവായി. ഇനി അത് വിത്ത് മുളച്ച് ചെടിയായി പുഷ്പിക്കണം, കായ്ക്കണം, വീണ്ടും കൊയ്യണം. അടുത്തേക്ക് അന്തും തസ്റഊനഹു അം നഹ്നു സാരിഊൻ വേണം. അപ്പം ഹർസ് ചെയ്തിട്ട് കാത്തിരിക്കാൻ സറഇന് വേണ്ടിയിട്ട് ഇതല്ലേ. അപ്പം എന്താക്കി? ഇർക്കഉ ആമനു അതുണ്ട്. ഇർക്കഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും. എന്ത് ഖൈറാന്ന് കാണുന്ന എല്ലാം ചെയ്തോളാം. എന്ത് ഫളാലുള്ള അമാലുണ്ട് അതൊക്കെ ചെയ്യുക. എന്നിട്ട് ലഅല്ല ഇടുക, തറജ്ജി, കാത്തിരിക്കുക, ഫലാഹ് വരും എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അടിമൻ്റെ ഭാഗത്തേക്ക് നോക്കിയത് റജാകാണ്, അള്ളാഹിൻ്റെ ഭാഗത്തേക്ക് നോക്കിയത് തഹഖുഖ് തന്നെയാണ്. മനസ്സിലായി നമ്മു? وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. ആത്തുസക്കാത്താണ് അവിടെ പറഞ്ഞു. കുറച്ച് മുമ്പ് നോക്കിയിട്ട് 41-ാമത്തെ ആയത്ത് നോക്കിയിട്ട് ഒരു ശേഷം ബേക്കോട്ട് الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة. വ്യത്യാസമുണ്ടോ? അവിടെ അങ്ങനെ അവിടെ എന്താ ഇങ്ങനെയാണ്? ആതവുവിൻ്റെ അവിടെ മാലിയ ഫീലാണ്, ആതൗ എന്നായിരിക്കും. അപ്പോൾ എന്താക്കുക, ഇൽത്തിക്കാവ് സാക്കിനെ വന്ന് ആതവൂ എന്നാക്കി. ഇതേതാ സാധനം? ഇത് അമ്രു ഫീലാണ്, അക്കീമു. മറ്റേത് അക്കാമു. മാലിയ ഫീലുമ്പോൾ മാലിയ ഫീലും അത് പെയ്തു. മറ്റേതോ അവിടെ അങ്ങനെ ഏതാണ് നടന്നത്. ഇവിടെ അമ്രിൻ്റെ മുകളിൽ അമ്രിൻ്റെ അത്ത് പെയ്തു. അഖീമു സ്വലാത്ത വ ആതു സക്കാത്ത. മറ്റേതോ അഖാമു സ്വലാത്ത വ ആതവു സക്കാത്ത. ഒന്ന് മാലിയ ഫീല്. ഒരു കുറച്ചും കൂടെ കേൾക്കണം. കൂട്ടുന്നേറ്റാണ്. والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. ശരീഅത്തുണ്ട്, തരീഖത്തുണ്ട്, ഹഖീഖത്തുണ്ട്. ജാമ്യർ വ്യാഖ്യാനിച്ചിട്ടൊന്ന് ഏതാ ശരീഅത്ത്, ഏതാ തരീഖത്ത്, ഏതാ ഹഖീഖത്ത്? പെറ്റ് കൊജാക്കന്മാരുള്ളതല്ലേ. ശരീഅത്ത് എന്താണ്? ശരീഅത്ത് എന്താണ്? 4 എണ്ണട്ടലി 40 കെട്ടലി, EMSന്റെ മോളയും കെട്ടലി. അവിടത്തേക്ക് വ്യാഖ്യാനം കൊടുത്ത് അതാ ശരീഅത്ത്. ശരീഅത്തിന് അവിടെ അർത്ഥം എന്താന്ന്? ജമീഉൽ അഹ്കാം അല്ല. ശരീഅത്തിന് ജമീഉൽ അഹ്കാം എന്ന് അർത്ഥമുണ്ട്. അഹ്കാമുൻ നഫ്സ്, ആ ബാഹ്യമായ അഅമാലുകളെ കുറിച്ച് ശരീഅത്ത് എന്ന് പറയും. ബദന് കൊണ്ട് ചെയ്യേണ്ടുന്ന ബാഹ്യമായ അഅമാലിന് ശരീഅത്ത് എന്ന് പറയും. ബാത്തിനിയായ അഹ്വാലകളെ കുറിച്ച് എന്താക്കും? തരീഖത്ത് എന്ന് പറയും. അത് മറ്റൊരു പ്രയോഗം, എപ്പോഴുമല്ല. അതുപോലെ തന്നെ അഅമാലുൽ ഇഖ്തിസാദിന്റെ മർത്തബയിൽ അമൽ ചെയ്യലിനെ പറ്റി ശരീഅത്ത് എന്ന് പറയും. അതിലത് കീ പറഞ്ഞത്. അപ്പോൾ ഒന്ന് നഫ്സുൽ അഹ്കാം, അഹ്കാം തന്നെ. മറ്റൊന്ന് അഹ്കാം കൊണ്ട് പാസ് മാർക്കിന് മാത്രം അമൽ ചെയ്യുന്നത്. അതിൽ നിന്നാക്കും ഇഖ്തിസാദ്, ശരീഅത്ത് എന്ന് പറയും. അല്ലേ? ലാഹിറിൽ കാണാവുന്ന അഅമാലുകൾക്ക് എന്താ പറയും? ശരീഅത്ത് എന്ന് പറയും. ആ കാണുന്ന അഅമാലാണ് ഇത് സ്വലാത്ത്. അല്ലേ? ഖുശൂ എന്നുള്ളത് ബാത്തിനിയായ ഹാലാണ്, അതായിപ്പോൾ തരീഖത്ത്. അഫ്ലഹ എന്നുള്ളത് ഹഖീഖത്ത്. ഇത് രണ്ടും കൂടെ ഒത്താൻ കായി ശരീഅത്തും തരീഖത്തും കൂടി ഒത്താൻ ഹഖീഖത്ത് കിട്ടുമ്പോൾ ഫലാഹ് കിട്ടി. അതാ അഫ്ലഹ. അപ്പോൾ ആരാ തരീഖത്ത്?
അങ്ങനെ ആരെയും ചോദിക്കാൻ കൂടെ ഒറ്റ തരീക്കത്തിൽ ലോകത്താകെ ഉള്ളൂ. അതന്നെ, അത് നിസ്കാരത്തിലുള്ള ഖുശൂഅ്. ഫലാഹിൽ ഹഖീഖത്തിൽ ലാസിമായിട്ട് വരും. അതിന് വേറെന്ന് പറയും, അതും പറയും. ഖുർആനിലുണ്ടെന്ന് വെച്ചാൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഹഖീഖത്ത് ആദ്യം മുന്തിച്ച്. എന്നിട്ടോ ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ഖുശൂ ഉണ്ടാകാൻ വേണ്ടത് മഹല്ലാദ്യം മുന്തിച്ച്. അതാണ് ളാഹിൽ കാണല്. അപ്പം ഫിഖ്ഹിന്റെ മദാഹിബിൽ 4 മദാഹിബ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഇതില്ല. തരീഖത്തിന്റെ മദാഹിബിൽ ഒറ്റേ ഉള്ളൂ. റിഫായില്ലേ, ഖാദിരിയില്ലേ, അതില്ലേ. പേര് പറയുന്നതനുസരിച്ചിട്ട് അന്ന് പാരസെറ്റമോൾ ഒറ്റ മരുന്നേ ഉള്ളൂ. ഇഫിമോളെന്ന് അപ്പുറം പറയും, ക്രോസിന് അപ്പുറം പറയും, മറ്റേത് പറയും. കമ്പനിക്കാരനുസരിച്ച് 100 പേരുണ്ടെന്ന് പാരസെറ്റമോൾ. കണ്ടെയ്ൻസ് പാരസെറ്റമോൾ 500 mg സാധനം ഒറ്റേ ഉള്ളൂ. അപ്പം ഞാൻ ഇഫിമോളും കഴിച്ച്, ക്രോസിനും കഴിച്ച്, പാരസെറ്റമോളും കഴിച്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ മരുന്നേ കഴിച്ചിട്ടുള്ളൂ. ക്രോസിൻ പാരസെറ്റമോളും, കാൽ പൊളുന്ന പാരസെറ്റമോളും. എന്തിനാ? ഞാൻ സാദിയാണ്, ഞാൻ മദനിയാണ്, ഞാൻ ബാക്കവിയാണ്, ഞാൻ ഫൈസിയാണ്, ഞാൻ സക്കാഫിയാണ് എന്ന് പറഞ്ഞേക്കുമ്പോൾ കിതാബ് ഒറ്റൊന്നേ ഓതിയിട്ടുള്ളൂ. അത് പലതും അർത്ഥം ആവർത്തിച്ചേ ഉള്ളൂ. ഒന്നും മാറ്റം വന്നിട്ടില്ല. അവിടെ നിന്ന് ഓതുന്ന സഹീഹ് ബുഖാരി ഏതാണോ അത് തന്നെയാണ് എവിടെ ഓതുന്നത്, ദാരിമി ഓതുന്നത്. അതേ സഹീഹ് ബുഖാരി തന്നെയാണ് പട്ടിക്കാട് നോക്കും. അതേ സഹീഹ് ബുഖാരി മർക്കസിൽ നോക്കും. അതേ സഹീഹ് ബുഖാരി ബാക്കിയാത്തിൽ നോക്കും, ദയ്യമ്പത്തിൽ നോക്കും. ഓതിയിട്ടാണ് സഹീഹ് ബുഖാരി 5 ഓതിയെന്ന് അർത്ഥം. അപ്പം ശരീഅത്തിൻ്റെ അഹ്കാമിൽ കർശനമായി പാലിച്ചു കൊണ്ടിട്ട് ബാത്തിനിയായ ആദാബുകൾ ഇതാക്കാൻ പാലിക്കുന്നതാണ് ഒട്ടാകെ തരീഖത്തിൻ്റെ മാനദണ്ഡം. അപ്പോൾ ഫലാഹിന് കുറേ ആടി എണ്ണുന്നുണ്ട്. ആദ്യ നിസ്കാരം എണ്ണിയത്, നിസ്കാരത്തിലുള്ള ഖുശൂഅ് ആദ്യം എണ്ണിയ. മറ്റൊന്നോ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ലഘവ് ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. ലഘവ് എന്ന് പറഞ്ഞാൽ ദീനിലോ മഈശത്തിലോ ആവശ്യമില്ല. അതൊഴിച്ചാൽ ദീനിനോ മഈശത്തിനോ കോട്ടം തെറ്റുമോ? ഇല്ല. എന്നാൽ പിന്നെ ലഘവ് ഒഴിവാക്കി. പണ്ട് നമ്മൾ ഉപ്പാനോട് ചോദിച്ചിട്ടുണ്ട്, ബീഡി വലിക്കൽ തുമ്മാൻ തോന്നല് പാടില്ല എന്ന് ഖുർആനിൽ. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ നടന്നു. ഞാൻ ചാടിന് തുമ്മാനോടത്തോ. ലഘവ് എന്ന് പറഞ്ഞാൽ എന്താ? ദീനിനോ മഈശത്തിനോ ഇത് ആവശ്യമില്ല, അധികം പറ്റാണ്. അത് ഒഴിച്ച കൊണ്ടുണ്ടാവില്ല. ദീനിനും കോട്ടമില്ല, മഈശത്തിനും കോട്ടമില്ല. അതിലല്ലേ വീടി. മാത്രമല്ല സാമ്പത്തിക നഷ്ടം വേറെ ഉണ്ട്, ആരോഗ്യ പ്രശ്നം വേറെയുണ്ട്. ഇപ്പം നമ്മൾ ഇതിനകത്ത് സെൽഫി എടുത്തിട്ടുള്ളൂ. അത് ഒഴിവാക്കണമെന്ന്. അപ്പം വീടി വലിക്കൽ ഫുലാനി വലിയ ഫുലാൻ സംഘടന നേതാവ് വലിച്ചിരിക്കുന്നു, അതുകൊണ്ട് സുന്നത്താക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംഘടന വെച്ചില്ല. തുമ്മാൻ തുന്നലി ഔലിയാക്കന്മാർ ലക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. അങ്ങനെയാണെങ്കിൽ ഇതിലെണ്ണോട്ട് വയക്കുലൂന തുമ്മാന, വയക്കുലൂന തുമ്മാന എന്നാണ് ഉള്ളത്. വയന്തസൂന ദുഖാന എന്നാണ് പറഞ്ഞ് പുക ഒതുങ്ങുന്നവരാന്ന്. ഇവിടെ കയറി സാലിഹ്യങ്ങളുടെ ലക്ഷണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ തുമ്മാൻ തുന്നാത്തുള്ള സാലിഹല്ല. ആയത്തോത് ഇവിടെ മുഫലിഹീങ്ങൾ എണ്ണുന്നു എത്ര എന്നാണ്? വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. കണ്ടോ എത്ര 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 ഔസാഫ്. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. ഫലാഹിന് കുറേ കാര്യക്കാരുണ്ട്. എന്നിട്ടാണ് ഉലൈക ഹുമുൽ ബാരിസൂൻ الذين يرثون الفردوس هم فيها خالدون. സ്വർഗ്ഗത്തിൽ കയറും. فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم
الذين يرثون الفردوس هم فيها خالدون. അപ്പോൾ ആദാത്തു സാദാത്ത് സാദാത്തുല്ലാദാത്ത് അങ്ങനെ ഒരു കഥ പറയുന്നത്. ആദാത്തു സാദാത്ത് സാദാത്തുല്ലാദാത്ത്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഇപ്പം വീടുകളിലേക്ക് തെറ്റല്ലേ, അപ്പോൾ അവതാക്കന്മാർക്ക് തെറ്റുണ്ടായില്ലേ? അത് അവതാലിമാവ് നേരത്തെ മറുപടി കൊടുത്തിട്ടുണ്ട്. അമ്പയ വർഷങ്ങളല്ലാത്തവർക്ക് എന്തെങ്കിലും ആയിട്ട് പറയാനുള്ള ഒരു ന്യൂനത ഉണ്ടോ? ആ ന്യൂനത അവർ ചെയ്യുന്ന മറ്റ് അമാലിൻ്റെ മുമ്പിൽ അത് കാണൂല. ഉദാഹരണത്തിന് ഒരാൾ കടലിൽ മൂത്രമൊഴിച്ച്, കടലിൽ പോയിട്ട് മൂത്രം ബീറ്റ്, ആ ബീറ്റ് ചെയ്ത് കടലില്ലാന്ന് പറയാൻ പറ്റുമോ? ഈ ഒഴിച്ചത് മൂത്രമല്ല എന്ന് പറയാൻ പറ്റുമോ? മൂത്രം നജസല്ല എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഈ ഒഴിച്ച മൂത്രം കൊണ്ട് കടലെന്താവൂല, മുതലജിസാവൂല. അതിന് പഠിച്ചോ, മനസ്സിലാക്കോ? ഈ ചെറിയ ചെറിയ ന്യൂനതകൾ എന്താവൂല, ഓരോ വലിയ പദവിക്ക് കൂട്ടം തൊട്ട് അതും കൂടെ ഒഴിച്ചെങ്കിൽ കുറച്ചും കൂടി ഉഷാറാവുമായിരുന്നു. കാരണം ഉഷാറ അതിനേക്കാൾ ഏറ്റവും ഉഷാറാകുന്ന ആളായിരുന്നു. ആ ഇനി പറയാം വലക്കത്. അതാ മനുഷ്യൻ്റെ എന്താ പറഞ്ഞ മുമ്പ്, നിങ്ങൾ മാതാവിൻ്റെ ഗർഭാശയത്തിൽ തസ്വീറാക്കിയ മുസവ്വിറാണ് ഞാൻ എന്ന് പറഞ്ഞു. അവിടെ ഇജ്മാലായിട്ട് ഒറ്റ വാക്കിലാണ് പറഞ്ഞു, ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. ഗർഭാശയങ്ങളിൽ അവൻ ഉദ്ദേശിച്ച പ്രകാരം തസ്വീറാക്കുന്നവനാണ് അവന്. ആ തസ്വീർ എങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് പൊതുവെ അതായത് ആദ്യത്തെ തുടക്കം തീനല്ലേ. തീൻ എന്ന് പറഞ്ഞാൽ എന്താ? കളിമണ്ണ്, മാവും വെള്ളവും ചേർത്ത്, മണ്ണും ചേർത്തത്. അപ്പോൾ തുറാബ് എന്ന് പറഞ്ഞാൽ ചേർക്കാത്ത അവസ്ഥ, അതിലേക്ക് വെള്ളം ചേർത്ത് അയാൾ തീനായി. ആ തീൻ എന്താക്കും, നല്ല കടഞ്ഞെടുക്കും. അതിനെ ഒന്ന് ശുദ്ധീകരിക്കാനൊക്കെ ഉണ്ടാവും. കാരണം ഒരു പ്രത്യേക പടപ്പിന് ബോഡിയാക്കാൻ വേണ്ടിയുള്ളതല്ലേ, അപ്പോൾ ശുദ്ധീകരിച്ചെടുക്കണമല്ലോ. അതാ സുലാലത്ത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്ക്, ثم جعلناه نطفة في قرار مكين. അതാണ് ഇതാ ഗർഭാശയം. ആ മക്കീൻ തന്നെ വേറെ ആർക്കും ഒരാൾക്കും പ്രവേശനമില്ല. പണിയെടുക്കാൻ വേണ്ടിയിട്ട് ജോലിക്കാരും വരില്ല, എംപ്ലോയീസും വരില്ല, സ്കൂളിൽ വരില്ല, പിള്ളേർ വരില്ല, ചമണ വരില്ല, കീറുന്നി മുറിക്കുന്ന കത്തിയും വന്നില്ല. അതാണ് കയറ്റിയിട്ടാണ് നിർബന്ധം. ആർക്കും പ്രവേശനമില്ല മക്കീൻ. ആ നുത്തുഫത്തിന് താമസിക്കാനുള്ള നല്ല സൗകര്യം പണിശാലയായിട്ട് മതി. അതാണ് നുത്തുഫത്താക്കി. പിന്നെ അവിടെ നിന്നാ പണി തുടങ്ങുന്നു. ഓരോ സ്റ്റേജിൽ നിർത്താലോ, കാഫിയാവില്ലേ? فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. നുത്തുഫത്ത് അലക്കത്താക്കി 40 ദിവസമാണ് അതിൻ്റെ പീരീഡ്. അലക്കത്തിന് എന്താക്കി, മുളകത്താക്കി വീണ്ടും 40 ദിവസം. എന്നിട്ടോ മുളകത്തിനെ ഇളാമാക്കി. ഇതിലിപ്പോൾ ഇളാമൊന്നും തൊട്ട കാണൂല. ഈ കടുപ്പുള്ള ഇളാമും എല്ലാം ഇത്ര ഹാർഡായ സാധനം പാറക്കല്ലിനാക്കണം ഉറച്ച്, ഇതെല്ലാം സാധനം നോക്കിയാൽ കാണും. കോഴി മുട്ട ഉടച്ചിട്ട് പാത്രം വീട്ടി ഇങ്ങനെ കലക്കുമ്പോൾ അതിൻ്റെ ചിറക് കാണുന്നില്ല, കൊക്ക് കാണുന്നില്ല, കാല് കാണുന്നില്ല, മൂർച്ചയുള്ള നഖം കാണുന്നില്ല, ഒന്നും അതിലില്ല. നിങ്ങൾ അടിച്ച് കലക്കി തിന്ന്, കൊംസിയാക്കിയിട്ടും തിന്ന്. മറ്റെന്താ വന്നല്ലേ ഓൻ പ്ലേറ്റ് അല്ലല്ലോ, എല്ലാവരും പ്ലേറ്റ് എന്ന് വേണമെന്ന് പറയുന്നു. എൻ്റെ ശരിയായ ഉച്ചാരണത്തിന് അങ്ങനെയാണ്. പിന്നെന്താക്കല് ബുൾസൈയാക്കും. ഇവിടെ നിന്ന് കൊക്കും കല്ലും ഒന്നും കാണുന്നില്ല. കുറച്ച് ദിവസം അമ്മൻ്റെ അടിയിൽ വെച്ചിട്ട് നിങ്ങൾ ചൂട് പിടിപ്പിച്ച് കഴിഞ്ഞാലുണ്ടാവും മുട്ട പൊട്ടിയിട്ട് 4 ഭാഗത്തേക്ക് ആക്കിയിട്ട് നരിങ്ങില്ല. ഇതെന്നാ വന്നേക്കും നല്ല ഒച്ചയുണ്ടാവും. ഇപ്പോഴത്തെ സുബാൻ തരുന്ന ഒച്ച പോലെ അബ്രിവേഷൻ സുബാനൊന്നില്ലേ?
ഇലാഹി സുബ്ഹാനല്ലാഹ് സുബ് സുബ് സു 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 സു. അത് രണ്ട് സൂവിൻ്റെ ഇടയിൽ ഈ 15 അക്ഷരം ഇത്തിരി അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള 9 അക്ഷരം പറയാനെടുത്തിട്ടുണ്ട്. ബാ പറയണം, ഹാ പറയണം, അലിഫ് പറയണം, നൂന് പറയണം, ഇതെല്ലാം പറഞ്ഞു തീർന്നു രണ്ട് സൂവിൻ്റെ ഇടയിൽ. അപ്പോൾ ചെല്ലിയിട്ടില്ല. എന്തുകൊണ്ട്? ചെല്ലാണ്ട് എണീച്ച് പോയാൽ കമ്മിറ്റിക്കാർ വലം പോവും. അപ്പോൾ ഇലാഹി കമ്മിറ്റിക്കാരെ സുബ്ഹാനല്ലാഹ്, ഇലാഹ് തന്നെ കമ്മിറ്റിക്കാർ എണീച്ച് പോയാൽ തസ്ബീഹിലാണ്ട് പോയി തോന്നി. അപ്പം മുളകത്ത് എന്നിട്ട് അതിന്ന ഇലാമ്. അപ്പം ഇലാമന്നെ എന്തെല്ലാം ജാതിയ എല്ലുകളെന്ന് എന്താ ഇവിടെ വെക്കേണ്ട എല്ലിൻ്റെ ഘടന നോക്കിയിട്ടൊന്ന് ചെറിയ 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 സോക്കറ്റും സിലിണ്ടറും ഉണ്ടാക്കണം. ബിജാഗിരി ഈടിയും വേണം, ബിജാഗിരി ഈടിയും വേണം, ബിജാഗിരി അല്ലെങ്കിൽ ഇങ്ങനെ മടക്കാൻ കഴിയുമോ? അങ്ങനെ എത്ര ബിജാഗിരി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 ബിജാഗിരി ഒറ്റ കൈകളുണ്ടാക്കണം. 14 14 28 ബിജാഗിരി ഇവിടെ ഉണ്ടാക്കണം. ഇനി ഇവിടെ നോക്ക്, മുട്ടുമ്പോൾ നോക്ക്, പെരുങ്കാലുമ്പോൾ നോക്കുക, എല്ലാം എത്ര ബിജാഗിരി ഉണ്ടാക്കണം. അതിന് സോക്കറ്റ് സിലിണ്ടർ കടഞ്ഞെടുക്കണം. ഒരാശാരിക്ക് ഇട്ടുകൊടുത്ത് എത്ര പണി നിൽക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും. എന്തെല്ലാം ജാതി ഉളി കൊണ്ടുവരണോ? ഈ കുടുംബം ചെത്തുന്ന ഉളി വലിയ ഉളി കൊണ്ട് ചെത്തിയാൽ ഈ തുള ചെത്താൻ വേണ്ടി നേരെ അരേഞ്ചിൻ്റെ ഉളിയാ വേണ്ടിയോ? ഉളി മാറ്റണോ? ഒറ്റ സാധനം കൊണ്ട് എല്ലാം സൈസൊപ്പിക്കാൻ കഴിയുമോ? ഇവിടെ ഒന്നുമില്ല. പണിയടിച്ച് നടക്കുന്നുണ്ട്. അത് അങ്ങോട്ട് വെക്കേണ്ട എല്ല് ഇവിടെ സിലിണ്ടർ സോക്കറ്റാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കണം, ഇവിടെ ഇങ്ങനെ ആക്കി വെക്കണം, ഇവിടെ ഇങ്ങനെ ആക്കി വെക്കണം. ഭാര്യ എല്ലിൻ്റെ അവിടെ അടങ്ങനെ. ഭാര്യ എല്ലിൻ്റെ ഉള്ളിൽ എന്താന്ന് ഹാർട്ടും ശ്വാസകോശമെല്ലാം സുഭദ്രമായി അതിന് ആഘാതം തട്ടാതിരിക്കാൻ വേണ്ടി നല്ലൊരു കവചം ഉണ്ടാക്കണം. ഇതെല്ലാം ഇന്ന് പറക്കി വെച്ചിട്ട് എന്താക്കിയെന്നറിയാം, ഇപ്പം എടുത്ത് വീണു പോകും എല്ലാം. ഈ ട്യൂസർ കൊണ്ട് എടുത്ത് വെച്ചാൽ മതിയാണ്. അപ്പം തന്നെ ഇങ്ങടുത്ത് എല്ലാം ഉറന്നു പോകും. എല്ലാം ടൈറ്റാക്കി എല്ലാം ജോയിൻ്റ് ഇട്ട് എന്നിട്ട് നാരുകളെ കൊണ്ട് ബന്ധിച്ച് അതിൻ്റെ മുകളിൽ എന്താക്കി പ്ലാസ്റ്റർ ചെയ്തു ഇറച്ചി. എന്നാൽ ആകണ്ടൊക്കെ ബോഡി തന്നു. ആകണ്ട ഒരു ജമാതായ ബോഡിയാണ് ഇപ്പം ഉണ്ടായത് അല്ലേ? അപ്പം അതാ സൗനളിലാമലഹമ്മ സുമ്മ അൻഷന ഹൽക്കനാക്കറ. പിന്നെ പുറത്ത് വരുമ്പോൾ ഹൽക്കുന്നാക്കാർ. കുഞ്ഞാത് വെച്ച് എന്താ കുഞ്ഞാണ് പെണ്ണ്. ആണിൻ്റെ കോലം വേറെ, പെണ്ണിൻ്റെ കോലം വേറെ. അതിനുള്ള ആലാത്ത് വേറെ, ഇതിൻ്റെ ആലാത്ത് വേറെ. പെണ്ണാണെങ്കിൽ റിമാർഷ്യം വേണം, ആണിന് വേണ്ട. നട്ടലിന് എത്ര ജോയിൻ്റാണ് ചെയ്ത് വെച്ചത് നോക്കിയിട്ട്. അവിടെയാണ് അള്ളാഹുനോട് ഫതബാറക, എല്ലാവരും ചൊല്ലി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. എൻ്റെ പറഞ്ഞ് കുറച്ചാൽ ജീവിക്കും. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. പിന്നെ നിങ്ങൾ ആരാകുന്നു? മയ്യത്താണ്. മയ്യത്ത് വിളിപ്പിക്കല്. ആളെ സ്ഥാനപ്പേരും എല്ലാം മാറി. മുസ്തഫോ ബി കുഞ്ഞത്തി എന്നല്ലേ പറഞ്ഞു. മയ്യത്തുണ്ടാകുന്ന ആദിഖാനെ കൊണ്ടാണെന്ന് ചോദിക്കൂല, മുലാർഖാനെ കൊണ്ടാണെന്ന് ചോദിക്കില്ല, കാദ്യാനെ കൊണ്ടാണെന്ന് ചോദിക്കില്ല. മയ്യത്ത് ഉണ്ടാകുന്ന പുതിയൊരു പേര്. രണ്ടിനും കൂടെ മജുമോയില്ലേ? റൂഹൻ ജസടക്കം മജുമോയിലാണ് പേര്. പിന്നെ പേര് മാറി. ആദ്യം കുട്ടിയും ഓരോന്നെല്ലാം പേരിട്ട് ഒറിജിനൽ പേര് വേറുണ്ടാകും. മറ്റേക്കുമ്പോൾ പരക്കത്തുമ്പക്ക് പുയ്യാപ്പിള എന്നുള്ള പേരായി, അളിയൻ എന്നുള്ള പേരായി, മറ്റേ കാരണൂർ എന്നുള്ള പേരായി. പള്ളിയിലെത്തുമ്പോൾ ഖത്തീബ് മുക്കരി കൊടുക്കാൻ തണ്ണിയും കോരി കാട്ടടിച്ച് വരുന്നവർക്ക് അങ്ങനെ ഓരോ ലക്കവുകളുണ്ടാവും. ഡോക്ടർ എന്ന് പേരുണ്ടാവും, നേഴ്സ് എന്ന് പേരുണ്ടാവും. ലാസ്റ്റ് എല്ലാവർക്കും കൊണ്ട് ഒറ്റ പേരുടെ മയ്യത്ത്. മൂന്നാമത്തെ പേര് ആമായ പേരല്ല. ഇന്നക്കും ബാക്കദാലിക്കല മയ്യത്തു. അപ്പൊ അവിടെ തന്നെ കടന്നുറങ്ങാനല്ല. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. ഖിയാമത്ത് നാളെ എല്ലാം എണീപ്പിക്കും. അപ്പൊ എണീപ്പിക്കാൻ കഴിയുമെന്നാ പിന്നെ ചോദ്യം ഉണ്ടാവര്. അതിനെന്താ തെളിവ് പറയുന്നത്? നിങ്ങൾ മുകളിലോട്ട് നോക്ക്. അനന്ത വിശാലമായി കിടക്കുന്ന 7 ആകാശം പറിച്ചു വെച്ചിട്ടതാണ്.
അതിന് കഴിയുന്നവർ തന്നെ ഇത് കഴിയാൻ വലിയ പണിയാണ്. وَلَقَدْ خَلَقْنَا فَوْقَكُمْ سَبْعَ طَرَائِقَ وَمَا كُنَّا عَنِ الْخَلْقِ غَافِلِينَ. അവിടെ എന്തെല്ലാം പടപ്പുകളുണ്ട്, ആനുണ്ട്, മലക്കുകളുണ്ട്, ജിന്നുണ്ട്, ജിന്നുണ്ട്, ആടുണ്ട്, പശുവുണ്ട്, പാമ്പുണ്ട്, തേളുണ്ട്. മൈക്രോസ്കോപ്പിൽ മാത്രം കാണാവുന്ന ജീവജാലങ്ങളുണ്ട്. ചെറിയ 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 പറവകൾ, ആന വയബിലുണ്ട്. ആരെ തൊട്ടും ഞാൻ ഗാഫിലായിട്ടില്ല എന്ന് പറയും. അപ്പം അള്ളാഹുവിൻ്റെ അളമത്തോടെ കിടക്കുന്നു. وَمَا كُنَّا عَنِ الْخَلْقِ غَافِلِينَ. എവിടെ വെക്കാം? صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.